الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അല്ലാമ അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുബാറക്കായ അൽ അഖീദത്തുൽ തഹാവിയ എന്ന കിതാബിൽ തുടർന്നുകൊണ്ട് ഉന്നതനായ അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് തുടർന്ന് അദ്ദേഹം പറയുന്നു: ما زال بصفاته قديما قبل خلقه لم يزدد بكونهم شيئا لم يكن قبلهم من صفته وكما كان بصفاته أزليا كذلك لا يزال عليها أبديا. وما قوله ما زال بصفاته قديما قبل خلقه ما زال بصفاته قديما قبل خلقه. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളെ, നമ്മൾ കാണുന്നതും കാണാത്തതും കഴിഞ്ഞു പോയതും വരാനുള്ളതും, അള്ളാഹുവിന്റെ സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉത്തമമായ നാമങ്ങളും ഉന്നതമായ വിശേഷണങ്ങളും ഉള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ സൃഷ്ടികളെ ഉണ്ടായതിന്റെ ശേഷം, സൃഷ്ടികളൊക്കെ സൃഷ്ടിച്ചതിന്റെ ശേഷമേ അള്ളാഹുവിന് ഹയാത്തുണ്ടായതുള്ളൂ, അള്ളാഹുവിന് കഴിവുണ്ടായതുള്ളൂ, അറിവുണ്ടായതുള്ളൂ, സൃഷ്ടിക്ക എന്ന് പറയുന്ന വിശേഷണം ഉണ്ടായതുള്ളൂ. അങ്ങനെയല്ല, അള്ളാഹുവിന്റെ സൃഷ്ടികൾ, നമ്മൾ കാണുന്നതും കാണാത്തതുമായ സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും അവന് പൂർണ്ണമായ നിലവിലുണ്ട്. ഇത് മഹാനായി പണ്ഡിതൻ ഇങ്ങനെ വിശദീകരിക്കാൻ രണ്ട് കാരണങ്ങൾ. ഒന്ന്, ളലാലത്തിന്റെ ശരിയായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിൽ നിന്ന് വ്യതിചലിച്ച ആളുകൾ അവരുടെ വഴി പയച്ച ചില വാദഗതികളുണ്ട്. അവർ പറയുന്നത് അള്ളാഹുവിന് മുമ്പ് ഈ വിശേഷണങ്ങളൊന്നും ഇല്ലായിരുന്നു, പിന്നീട് അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചപ്പോ സൃഷ്ടാവ്, സൃഷ്ടിക്കുന്നവൻ എന്നുള്ള വിശേഷണമുണ്ടായി. അറിവിന്റെ കാര്യത്തിലാണെങ്കിൽ മറ്റുള്ള ഓരോ കാര്യങ്ങളും സൃഷ്ടികളൊക്കെ സൃഷ്ടിച്ചതിന്റെ ശേഷമാണ് അള്ളാഹുവിന് ഈ വിശേഷണമൊക്കെ ഉണ്ടായത് എന്ന് പറയുന്ന വഴി പയച്ച ളലാലത്തിന്റെ ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെട്ട അശാരികൾ, മാതുരീദികൾ എന്ന് പറയുന്ന അവരൊക്കെ, നമ്മുടെ നാട്ടിൽ ഇന്നൊക്കെയുള്ള ഖുറാഫികൾ പലരും അള്ളാഹുവിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കേണ്ടമാതിരി മനസ്സിലാക്കിയേ, പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിക്കുകയോ ചെയ്യാത്തവർ, അവരതിൽ നിന്നൊക്കെ എത്രയോ വ്യതിചലിച്ചു പോയിട്ടുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് വിശദമായി പഠിപ്പിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചൊരു വിഷയമല്ലാതായി തീർന്നിട്ടുണ്ടെന്ന്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള പ്രത്യേകിച്ച് ഈ ഖുബൂരികൾ, ഖുറാഫികളായ ഔലിയാക്കന്മാരെ ഇല്ലാത്ത പൊടിപ്പും തങ്കലും വെച്ച് സാധാരണക്കാരുടെ മുന്നിൽ വെച്ച് അവതരിപ്പിക്കുന്ന ഈ ഖുറാഫികള്, ഖബറാരാധകര്, ഇങ്ങനത്തെ ആളുകൾക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കുകയെ വിശദീകരിക്കുകയെ ചിന്തിക്കുകയെ അതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലെത്തിയിട്ടുണ്ട് അവരൊക്കെ. അവർക്കിപ്പോ ചർച്ച മുഴുവൻ ഔലിയാക്കളെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ പല വിശേഷണങ്ങളും അവരുടെ ഔലിയാക്കൾക്ക് അവര്
വകവെച്ചു കൊടുത്തുകൊണ്ടാണെന്ന് സമൂഹത്തിന്റെ മുന്നിൽ അവർ പ്രചരിപ്പിക്കുന്നത്. അവരുടെ വലിയ പ്രസംഗകന്മാരും എഴുത്തുകാരൊക്കെ അങ്ങനെ പറയുന്നതാണ് കാണാൻ കഴിയുന്നത്. ശരിക്കും അവരുടെ വിദ്യാർത്ഥികൾക്കും ആളുകൾക്കും അള്ളാഹുവിനെ കുറിച്ച് ശരിക്കും വിശദമായി പരിശുദ്ധ ഖുർആനിന്റെ ഹദീസിന്റെ വെളിച്ചത്തിൽ അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നില്ല. ആദ്യകാലത്തുണ്ടായിരുന്ന അശ്അരികൾ, അതേപോലെ മാതുരീദികൾ എന്ന് പറയുന്നവരൊക്കെ പറയുന്നത് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ പ്രകടനം, അതിന്റെ പ്രതിഫലനം സൃഷ്ടികളെ സൃഷ്ടിക്കലോടുകൂടിയാണ് പുറത്തേക്ക് വന്നത്. അല്ലാഹു തആലക്ക് ആദ്യം സൃഷ്ടാവ് എന്ന് പറയുന്ന വിശേഷണം ഉണ്ടായിരുന്നു, പക്ഷെ അത് പുറത്തേക്ക് കാണാതെ കടക്കിയേനു. അങ്ങനെ പിന്നെ സൃഷ്ടികളൊക്കെ സൃഷ്ടിക്കുന്നതിനനുസരിച്ചാണ് അത് പ്രകടമായി വന്നത്, പ്രത്യക്ഷത്തിലേക്ക് വന്നത്. പുറത്തേക്കത് കാണൽ തുടങ്ങിയത് സൃഷ്ടികൾ ഉണ്ടാവലോടുകൂടെയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ദാത്തിന്റെ കൂടെ തന്നെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ മുഴുവനും പരിപൂർണമായ നിലക്ക് അള്ളാഹുവിനുണ്ട്. അതാണ് ഈ പറയുന്നത്. മറ്റൊരു കാര്യം ഇത് പറയാൻ കാരണം, നമുക്കൊക്കെ സൃഷ്ടികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, സൃഷ്ടികളുടെ തുടക്കത്തിൽ അവർക്കൊന്നും അറിയാത്തവര്, ഒരു കഴിവുമില്ലാത്തവര്, ഒരു വിവരവുമില്ലാത്തവര്, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പിന്നീട് ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് അവരുടെ വിശേഷണങ്ങൾ അവർക്ക് ലഭിക്കുന്നത്, അവരുടെ ഈ ഗുണങ്ങൾ അവർക്ക് ലഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാതിക്കും ലാ തഅലമൂന ശൈഅൻ. വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാതിക്കും ലാ തഅലമൂന ശൈഅൻ. നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ നിന്ന്, ഗർഭാശയങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് ഒന്നും അറിയാത്തവരാണ്, ഒരു വിശേഷണവുമില്ല, കഴിവില്ല, അറിവില്ല, ബുദ്ധിയില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ്. പിന്നീട് വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, കേൾവി, കാഴ്ച, ബുദ്ധി, പക്വത, വിവേകം, ഇതൊക്കെ പിന്നെ ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് സൃഷ്ടികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അപ്പൊ സൃഷ്ടികളെക്കൊള്ള അപേക്ഷിച്ച് നോക്കുമ്പോൾ ആദ്യം ഈ വ്യക്തികളുണ്ട്, പക്ഷെ വിശേഷണങ്ങളൊന്നും ഇല്ലാത്തവരാണ്. അപ്പോ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തെറ്റായ നിലക്കുള്ള ധാരണകൾ, ദലാലത്തിന്റെ ആളുകൾ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഒരു ഭാഗത്തിൽ കൂടെ, സൃഷ്ടികളുടെ അവസ്ഥകൾ കണ്ട് അതിൽ നിന്ന് നമുക്ക് തോന്നുന്നത് മറ്റൊരു ഭാഗത്തിൽ കൂടെ ആദ്യം ഉണ്ടായി പിന്നെ വിശേഷണമൊക്കെ പിന്നീട് ഇങ്ങനെ വന്നതാണ് എന്ന് തോന്നും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അവസ്ഥ മാ സാല ബിസിഫാതിഹി ഖദീമൻ, അള്ളാഹുവിന്റെ കൂടെ തന്നെ അവന്റെ വിശേഷണങ്ങൾ മുഴുവനുണ്ട്. ഖബല ഖൽഖിഹി, സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവന് ഈ വിശേഷണങ്ങളുണ്ട്. സൃഷ്ടികളൊക്കെ സൃഷ്ടിച്ച് അതൊക്കെ വന്നതിന്റെ ശേഷം ഈ വിശേഷണങ്ങളുടെ ഉടമയായതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ലം യസ്ദദ് ബികൗനിഹിം ശൈഅൻ, ഈ സൃഷ്ടികൾ ഉണ്ടായി എന്ന് കരുതി അള്ളാഹുവിന് ഒന്നും തന്നെ കൂടുതൽ ലഭിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ സൃഷ്ടികൾ ഉണ്ടായി എന്ന് കരുതി ലം യസ്ദദ് ശൈഅൻ, ഒന്നും തന്നെ ഒരു വർധനവും അള്ളാഹുവില് ഉണ്ടായിട്ടില്ല. ലം യകുൻ ഖബ്ലഹും മിൻ സിഫത്തിഹി, ഈ സൃഷ്ടികൾ ഉണ്ടാകുന്നതിന്റെ മുമ്പ് ഇല്ലാത്ത എന്തെങ്കിലും ഒരു കൂടുതൽ, ഒരു വർധനവ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ലഭിച്ചിട്ടേയില്ല. സൃഷ്ടികൾ ഉണ്ടാകുന്നതിന്റെ മുമ്പുള്ള ഏതൊരവസ്ഥയാണോ അതേ അവസ്ഥ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സൃഷ്ടികൾ ഉണ്ടായതിന്റെ ശേഷവും. അതുകൊണ്ടൊരു കൂടുതലോ ഒരു വർധനവോ ഒരു കുറവോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ലഭിച്ചിട്ടില്ല. നമ്മൾ മുമ്പ് ഷെയ്ഖ് റഹ്മഹുല്ല പറഞ്ഞു, ഖദീമുൻ ബിലബ്തിദാഇൻ, അല്ലാഹുവിനൊരു പ്രാരംഭമില്ല എന്ന് പറഞ്ഞത്. അല്ലാഹുമ്മ അൻതൽ അവ്വലു ഫലൈസ ഖബ്ലക ഷൈ, അല്ലാഹുവേ നീ ആദ്യത്തവനാണ്, അല്ലാഹുവിന്റെ മുന്നിൽ, അതിന്റെ മുന്നിൽ പിന്നെ വേറെ ഒന്നും തന്നെയില്ല, അല്ലാഹുവിനൊരു പ്രാരംഭമില്ല എന്ന് പറഞ്ഞു. ആ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദാത്തിന്റെ കൂടെ അവന്റെ ഈ ഉന്നതമായ വിശേഷണങ്ങൾ മുഴുവനുണ്ട്. ഉന്നതമായ വിശേഷണങ്ങൾ മുഴുവനും പൂർണ്ണമായ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കൂടെ ഉണ്ട് എന്നാണ് ഈ പറഞ്ഞ വാക്കിൽ കൂടെ പറഞ്ഞത്. ഫഹുവ സുബ്ഹാനഹു വ തആല ലൈസ ഖബ്ലഹു ഷൈ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ ഒന്നും തന്നെയില്ല. വമഅനാ ദാലിക്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നഹു മുത്തസിഫുൻ ബിസിഫാത്തിൽ കമാൽ, പരിപൂർണതയുടെ എല്ലാ വിശേഷണങ്ങളും സിദ്ധിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദാത്തുണ്ടായി, പിന്നെ ഘട്ടം ഘട്ടങ്ങളായി അവൻ വിശേഷണങ്ങൾ ഉണ്ടായി എന്നുള്ള അങ്ങനെയല്ല.
സൃഷ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതുപോലത്തെ അവസ്ഥയല്ല. അള്ളാഹുവിന്റെ പരിപൂർണമായ വിശേഷണങ്ങൾ സിദ്ധിച്ചവനാണ് അവൻ. ഫസിഫാതുഹു തകൂനു അസ്സലൻ വ അബദൻ. അള്ളാഹുവിന്റെ ഉത്തമമായ വിശേഷണങ്ങൾ എന്നും അവന്റെ കൂടെ ഉള്ളതാണ്. അള്ളാഹു ആ വിശേഷണങ്ങൾ സിദ്ധിച്ചവനാണ്. അതിൽ നിന്ന് ഒരു നിമിഷവും അള്ളാഹുവിന് അതില്ലാത്തൊരവസ്ഥ എന്നുള്ളത് ഇല്ല തന്നെ. ഫകമാ അന്നഹു അവ്വലുൻ ബിലാ ബിദായത്തിൻ ഫകദാലിക സിഫാതുഹു. അള്ളാഹുവിന്റെ അവനൊരു പ്രാരംഭമില്ല, അതേപോലെ തന്നെ അവന്റെ വിശേഷണങ്ങൾ അള്ളാഹുവിന്റെ കൂടെ ഉള്ളതാണ്. അതിനൊരു തുടക്കമില്ല, ഇല്ലാത്തൊരവസ്ഥയില്ല. ഫഇന്നഹാ തകൂനു താബിഅത്തൻ ലഹു സുബ്ഹാന. അള്ളാഹുവിന്റെ സകല വിശേഷണങ്ങളും അവന്റെ കൂടെയുള്ളതാണ്. അതില്ലാത്തൊരവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് ഇല്ല തന്നെ. ദലാലത്തിന്റെ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, അള്ളാഹുവിന് ആദ്യം ഈ വിശേഷണങ്ങളൊന്നും ഇല്ലേനു, എന്നിട്ട് പിന്നീട് ഉണ്ടായതാണ് എന്ന് പറയുന്നവരുണ്ട്. അശ്അരികൾ, മാതുരീദികൾ എന്ന് പറയുന്ന ആദ്യകാലത്ത് അള്ളാഹുവിനെ കുറിച്ചൊക്കെ കുറച്ച് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിരുന്ന ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അവർ അള്ളാഹു തആലാക്ക് വിശേഷണമൊക്കെ ഉണ്ടേനു. പക്ഷെ ഈ സൃഷ്ടികളൊക്കെ സൃഷ്ടിക്കലോട് കൂടെ ഓരോ ഘട്ടങ്ങൾ അനുസരിച്ചാണ് അതിന്റെ പ്രതിഫലനങ്ങൾ, അതിന്റെ ലക്ഷണങ്ങളും അടയാളങ്ങളും പുറത്തേക്ക് കാണൽ തുടങ്ങിയത്. ഇത് രണ്ടും അല്ല, അത് രണ്ടും വഴികേടിന്റെ വാദഗതികളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് അവന്റെ ഈ വിശേഷണങ്ങളുണ്ട്, അതിനനുസരിച്ച് അള്ളാഹുവിന് പ്രവർത്തനങ്ങളും വന്നിട്ടുണ്ട്. കുല്ല യൗമിൻ ഹുവ ഫീ ഷഅൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ സമയത്തും അവന് ഓരോരോ കാര്യങ്ങൾ, ഓരോരോ അത്യാവശ്യങ്ങൾ, പ്രവർത്തനങ്ങൾ, ഓരോരോ വിഷയങ്ങളുണ്ട് തന്നെ. അതല്ലാതെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് അള്ളാഹു സൃഷ്ടിക്കൽ തുടങ്ങി അതിന്റെ മുമ്പ് വെറുതെ ഇരിക്കേനു, അതൊന്നുമില്ല. കുല്ല യൗമിൻ ഹുവ ഫീ ഷഅൻ. അഹ്ലുസുന്നത്തി വൽ ജമാഅ വിശ്വസിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എവിടെ മുതലാണ് നമുക്കത് അറിയുന്നത് മാത്രമേ. നമ്മൾ കാണുന്നത് വളരെ തുച്ഛമാണ്, അറിയാത്തത് കാണാത്തത് ധാരാളമുണ്ട്. സഹിഹായ ഹദീസുകളിൽ വന്നിരിക്കുന്നു, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ അതിന്റെ കണക്കും രേഖകളും ക്ലിയറാക്കിയെന്ന്. കതബൽ മഖാദീർ അൽ ഖലായിഖി. സൃഷ്ടികളുടെ മുഴുവത്തിന്റെ ഈ കയ്യും കണക്കും അള്ളാഹു എഴുതി രേഖപ്പെടുത്തി വെച്ചു. ഖബല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദി ബി 50,000 സന. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ്. അപ്പൊ ഈ 50,000 വർഷത്തിന്റെ മുമ്പ് അള്ളാഹു വെറുതെയായിരുന്നു, പ്രത്യേകിച്ച് അവൻ സൃഷ്ടിക്കലും പ്രവർത്തനങ്ങളൊന്നും ഇല്ല എന്നാണോ അതിന്റെ അർത്ഥം? അല്ലല്ല. നമ്മുടെ കണ്ണിൽ നമ്മൾ കാണുന്ന, പ്രത്യേകിച്ച് നമുക്ക് അറിവ് കിട്ടിയ ആകാശങ്ങള്, ഭൂമി പോലത്തെ ഈ പറയുന്ന സാധനങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചപ്പോഴാണ് ഈ ഹദീസ് അത് ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത്. യമനിൽ നിന്ന് ചില ആളുകൾ വന്ന് സംശയം ചോദിച്ചപ്പോൾ അപ്പൊ പറഞ്ഞതാണ്, ഈ ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ കണക്കുകൾ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എവിടെ എഴുതി രേഖപ്പെടുത്തി വെച്ചു? ലൗഹുൽ മഹ്ഫൂദില. അപ്പൊ അതിന്റെ മുമ്പ് സൃഷ്ടിച്ചു. അള്ളാഹുവിന്റെ ഈ ഹദീസ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, വകാന അർശുഹു അലൽ മാ. അള്ളാഹുവിന്റെ അർശ്, രാജകീയമായ സിംഹാസനം, എല്ലാ സൃഷ്ടികളുടെയും സഖഫ്, അതിന്റെ മേൽക്കൂരയായി നിൽക്കുന്ന അർശ്, അത് വെള്ളത്തിന്റെ മുകളിലായിരുന്നു. അപ്പൊ വെള്ളത്തിനെ സൃഷ്ടിച്ചിട്ടുണ്ട്, അർശിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഹദീസുകളിൽ കൂടെ വന്നത്, പരിശുദ്ധ ഖുർആനിൽ വന്നത് നമ്മൾ മനസ്സിലാക്കി. അതിന്റെ മുമ്പ് അള്ളാഹു എന്തൊക്കെ ചെയ്തു എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയണമെന്ന് അത്യാവശ്യമില്ല. നമ്മുടെ വിജയ പരാജയവുമായി അത് ബന്ധപ്പെട്ട് കടക്കൊന്നുമില്ല. ഇത്രയുള്ളൂ. ഈ ഒരു സമയത്ത് യമനിൽ നിന്നുള്ള വിഭാഗം ആളുകൾ വന്ന റസൂലിനോട് ചോദിച്ചപ്പോഴാണ് ഈ ആകാശഭൂമിയെക്കുറിച്ചും ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇതിന്റെ തുടക്കം എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ അത്രയും ഭാഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മുമ്പ് എന്തൊക്കെ സൃഷ്ടിച്ചു, ഏതൊക്കെ ലോകങ്ങളുണ്ട്, ഏതൊക്കെ സൃഷ്ടികളുണ്ട്, എന്തൊക്കെയാണ് സംവിധാനങ്ങൾ, അതിനെക്കുറിച്ച് ഖുർആനിലോ സുന്നത്തിലോ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട, ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വിജയ പരാജയവുമായി അത് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളുമല്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉത്തമമായ നാമങ്ങള്, ഉന്നതമായ വിശേഷണങ്ങളുമായി അവൻ എപ്പോ ആ സമയത്ത് അള്ളാഹുവിന്റെ കൂടെ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതില്ലാത്തൊരവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇല്ല തന്നെ. ഇത് നമ്മൾ മനസ്സിലാക്കൽ നിർബന്ധമാണ്. അള്ളാഹുവിനെ കുറിച്ച് ഇത് വിശ്വസിക്കൽ നമുക്ക് അത്യാവശ്യമായ നമ്മുടെ വിജയ പരാജയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളുമാണ്. അതാണ് ശൈഖ് റഹ്മഹുല്ല പറഞ്ഞത്, മാ സാല ബിസിഫാതിഹി
ഖദീമൻ ഖബല ഖൽഖിഹി, സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹുവിന്റെ ഈ വിശേഷണങ്ങളുമായി അവൻ നിലനിൽക്കുന്നവരാണ്. അള്ളാഹുമായി ആ വിശേഷണങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. അള്ളാഹുവിന് ഈ വിശേഷണങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടില്ല തന്നെ. ലം യസ്ദദ് ബികൗനിഹിം ഷൈഅൻ, ഈ സൃഷ്ടികൾ ഉണ്ടാകുന്നത് കൊണ്ട് ഒന്നും തന്നെ കൂടിയിട്ടില്ല. ലം യകുൻ ഖബ്ലഹും, ഈ സൃഷ്ടികൾ ഉണ്ടാകുന്നതിന്റെ മുമ്പ് ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ മിൻ സിഫത്തിഹി, അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ നിന്ന് അതുണ്ടായിട്ടില്ല തന്നെ. അള്ളാഹുവിന് അതുകൊണ്ട് പ്രത്യേകമായൊരു നേട്ടോ ഗുണോ വർധനവോ ഉണ്ടായിട്ടില്ല. ഫല്ലാഹു സുബ്ഹാനഹു വതആല ലൈസ ലിസിഫാതിഹി ബിദായ, അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾക്ക് ഒരു ആരംഭമില്ല. ഏതുപോലെ കമാ അന്നഹു ലൈസ ലിസാതിഹി ബിദായ, ഉന്നതനായ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദാത്തിന് ആരംഭമില്ല. ഖദീമുൻ ബിലബ്തിദാഇൻ എന്ന് നമ്മൾ മുമ്പ് കേട്ടതാണ്. ശൈഖ് റഹ്മത്തുള്ളാഹി പറഞ്ഞത് നമ്മൾ പഠിച്ചതാണ്. അള്ളാഹു മുമ്പേയുള്ളവനാ, അവനൊരു പ്രാരംഭമില്ല എന്നുള്ളത്. ഫയൂസഫു ബിഅന്നഹുൽ ഖാലിഖു ദായിമൻ വ അബദൻ, അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാലിഖാണ് എന്നുമെന്നും. ഈ ആകാശഭൂമികളൊക്കെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാലിഖാണ്. നാം ഈ ലോകത്ത് വരുന്നതിന്റെ മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാലിഖാണ്. വഅമ്മാ അഫ്ആലുഹു സുബ്ഹാനഹു ഫഹുവ ഖദീമത്തുൻ നൗഇ ഹാദിസത്തുൽ ആഹാദ്, അങ്ങനെയാണ് പണ്ഡിതന്മാർ പറയൽ. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ, സൃഷ്ടിക്കുക എന്ന് പറയുന്ന പ്രവർത്തനം നമ്മുടെ പുതിയതായി കാണുന്നതിനനുസരിച്ച് ആ സൃഷ്ടിക്കൽ, ആ ഒരു പ്രവർത്തനം അത് പുതിയത്. പക്ഷെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന വിശേഷണം അത് പണ്ടേയുള്ളതാണ്, മുമ്പേ ഉള്ളതാണ്, അതിന് പ്രാരംഭമില്ല. പക്ഷെ ഈ ആകാശത്തിനെ സൃഷ്ടിച്ചു, അതിനൊരു സമയമുണ്ട്. ഭൂമിയെ സൃഷ്ടിച്ചു, അതിനൊരു സമയമുണ്ട്. ഈ കാണുന്ന സൃഷ്ടിജാലങ്ങൾ മുഴുവനും നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് ഇതിനൊക്കെ സൃഷ്ടിക്കുന്ന അത് പുതിയ പുതിയ സൃഷ്ടികൾ അള്ളാഹു ഈ ലോകത്ത് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു. മുമ്പില്ലാത്ത പുതിയ പുതിയ സൃഷ്ടികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു. ആ പ്രവർത്തനങ്ങൾ പുതിയത്. പക്ഷെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന വിശേഷണം അത് അള്ളാഹുവിന്റെ കൂടെയുള്ളത്, അതിന് പ്രാരംഭമോ തുടക്കമോ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുതകല്ലിമുൻ ഖബ്ല അൻ യസ്ദുറ മിൻഹുൽ കലാം, സംസാരം അള്ളാഹുവിൽ നിന്ന് ഉണ്ടാകുന്നതിന്റെ മുമ്പ് തന്നെ സംസാരിക്കുന്നവനാണ് എന്ന വിശേഷണത്തിനുടമയാണ്. സംസാരം, പുതിയ പുതിയ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിനനുസരിച്ച് അത് പുതിയതുണ്ടാകും. പക്ഷേ സംസാരങ്ങൾ ഓരോന്നും അള്ളാഹുവിൽ നിന്ന് വരുന്നതിന്റെ മുമ്പ് തന്നെ സംസാരിക്കുന്നവനാണ്. സംസാരിക്കുക എന്ന് പറയുന്ന വിശേഷണത്തിന് അള്ളാഹു ഉടമയാണ്. വഖാലിഖുൻ ഖബ്ല അൻ യസ്ദുറ മിൻഹുൽ ഖൽഖ്, സൃഷ്ടിക്കുക എന്ന് പറയുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹു സൃഷ്ടാവാണ്. വഅമ്മാ അന്നഹു യതകല്ലമു വയഖ്ലുഖ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യത്തിനനുസരിച്ച് സംസാരിക്കുന്നു, ആവശ്യത്തിനനുസരിച്ച് അവൻ സൃഷ്ടികളെ സൃഷ്ടിക്കുന്നു. ഈ പ്രവൃത്തികൾ, അതിനെക്കുറിച്ച് ഹാദിസത്തുൽ, ഒറ്റപ്പെട്ട ഈ വിഷയങ്ങൾ അത് പുതിയതാണ്. പുതിയ പുതിയ സൃഷ്ടികൾ, പുതിയ പുതിയ സംസാരങ്ങൾ. സംസാരിക്കുക എന്ന് പറയുന്ന വിശേഷണം അള്ളാഹുവിന്റെ കൂടെയുള്ളതാണ്. ഇങ്ങനെ ഇത് വകതിരിവോടുകൂടെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കൽ നമുക്ക് നിർബന്ധമാണ്. അത് നിർബന്ധമാണ്. ഫഹാദിഹി അഫ്ആലുൻ മുതജദ്ദിദത്തുൻ, ഇങ്ങനത്തെ പുതിയ പുതിയ സൃഷ്ടികൾ, പുതിയ സംസാരങ്ങൾ അത് പുതിയതാണ്, അത് പ്രവർത്തനങ്ങളാണ്. പക്ഷെ വിശേഷണം അള്ളാഹുവിനെ സംബന്ധിച്ച് അവന്റെ കൂടെ ആരംഭത്തിൽ തന്നെ ഒരു പ്രാരംഭവും തുടക്കവും ഇല്ലാതെ അള്ളാഹുവിന്റെ കൂടെ ഉള്ളതാണ്. അള്ളാഹുവിന്റെ കൂടെ ഉള്ളതാണ്. വകമാ കാന ബിസിഫാതിഹി അസലിയൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശേഷണവുമായി പണ്ടേയുള്ളവനാണ്, തുടക്കവും പ്രാരംഭവും ഇല്ല എന്ന് പറഞ്ഞതുപോലെ കദാലിക ലാ യസാലു അലൈഹ അബദിയൻ, ഇനി അതിനൊരു അന്ത്യവും അവസാനവും അതുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശേഷണങ്ങൾക്ക് പ്രാരംഭമില്ല എന്ന് നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഈ വിശേഷണങ്ങൾ ഇനി അവസാനിക്കും, അത് നിൽക്കും. അള്ളാഹുവിന്റെ കഴിവ് അത് ക്ഷയിക്കും, അവന്റെ അറിവ് അത് അവസാനിക്കും. അള്ളാഹുവിന്റെ ഈ പ്രവർത്തനങ്ങൾ അത് ഇനി അതിനൊരു അന്ത്യം അതില്ല, അതിനൊരു അന്ത്യവുമില്ല, അവസാനവുമില്ല. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, ഏത് വിശേഷണങ്ങളും അതെടുത്ത് പരിശോധിച്ചു നോക്കിയാലും അതിനൊരു അവസാനവും ഒരു അറ്റവും ഒരു അന്ത്യവും അതിനില്ല. ഇതും തന്നെ ളലാലത്തിന്റെ ആളുകൾക്ക് ഇവിടെ ചില പേശവാദഗതികളുണ്ട്.
സൃഷ്ടികളായ നമ്മെ അപേക്ഷിച്ചു നോക്കുമ്പോൾ നമുക്കുള്ള വിശേഷണങ്ങൾ ഓരോന്നും പരിശോധിച്ചു നോക്കുമ്പോൾ അതിന് അന്ത്യവും അവസാനവുമുണ്ട്, അറ്റമുണ്ട്. നമ്മുടെ ജീവനാണെങ്കിൽ അതിന് അറ്റമുണ്ട്, നമ്മുടെ കഴിവാണെങ്കിൽ അതിന് അവസാനമുണ്ട്, ശയിക്കുന്ന സമയമുണ്ട്. നമ്മുടെ അറിവാണെങ്കിൽ ആ ലഭിച്ച അറിവ് നമുക്ക് നഷ്ടപ്പെടുന്നൊരു സമയമുണ്ട്. ഓരോ വിശേഷണങ്ങളും, കേൾവിയാണെങ്കിൽ, കാഴ്ചയാണെങ്കിൽ, ബുദ്ധിയാണെങ്കിൽ, ഓരോന്നും നമ്മളതിനൊരു അന്ത്യവും അവസാനവുമുണ്ട്. അള്ളാഹുവിനൊരിക്കലും നിങ്ങൾ അങ്ങനെ സൃഷ്ടികളോട് തുല്യമാക്കരുത്, ഉപമിക്കരുത്. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾക്ക് യാതൊരു അന്ത്യവും അവസാനവുമില്ല. ഫകദാലിക ലാ യസാലു അലൈഹ അബദിയൻ, എന്നുമെന്നും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദാത്തിന്റെ കൂടെ ഈ വിശേഷണങ്ങൾ മുഴുവനും ഉണ്ടാവുകയും ചെയ്യും. സൃഷ്ടികളുടെ സ്ഥിതി അങ്ങനെയല്ല. വല്ലാഹു ഖലഖകും സുമ്മ യതവഫാകും വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാഹു ഖലഖകും, അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചു. സുമ്മ യതവഫാകും, പിന്നെ അവൻ നിങ്ങളെ വഫാത്താക്കുന്നു, മരിപ്പിക്കുകയും ചെയ്യുന്നു. അവസാനിച്ചു, ജീവൻ അവസാനിച്ചു, വിശേഷണം കഴിഞ്ഞു സൃഷ്ടികളതാണെങ്കിൽ. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ, ചില ആളുകളെ വഫാത്താക്കാതെ മരിപ്പിക്കാതെ ഏറ്റവും താണ പ്രായത്തിലേക്ക് അള്ളാഹു ആ വ്യക്തിയെ കൊണ്ട് മടക്കിക്കൊണ്ട് ചെല്ലും, മടക്കപ്പെടും. അർദലുൽ ഉമർ എന്ന് പറഞ്ഞാൽ വയസ്സിന്റെ കൂട്ടത്തിൽ ഏറ്റവും താണ വയസ്സിലേക്ക് എന്നാണ്. വാർദ്ധക്യം പിടിച്ച് കഴിവും ബുദ്ധിയും വിവേകവും പക്വതയും മുഴുവനും നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക്, അത്തും പുത്തും എന്നൊക്കെ പറയും ആളുകൾ. അങ്ങനത്തെ ഒന്നും തിരിയാത്തൊരവസ്ഥ അല്ലേ? പ്രായമായി കഴിഞ്ഞാൽ ശക്തിയും കഴിവും മുഴുവൻ നഷ്ടപ്പെടും. അറിവും വിവരവും പക്വതയും വിവേകവും അത് നഷ്ടപ്പെടും. വിശേഷണങ്ങളൊക്കെ നഷ്ടപ്പെടും. സൃഷ്ടികളുടെ അവസ്ഥ അങ്ങനെയാണ്. ഇല അർദലിൽ ഉമർ ലിക്കൈ ലാ യഅലമ ബഅദ ഇൽമിൻ ഷൈആ, ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞതിന്റെ ശേഷം പിന്നൊന്നും അറിയാത്തൊരവസ്ഥയായി മാറും. മനുഷ്യർക്കുള്ള വിശേഷണങ്ങളുടെ സ്ഥിതി അതാണ്. ഇന്നല്ലാഹ അലീമുൻ ഖദീർ. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫ്, ബലഹീനതയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കി. ചെറിയ കുഞ്ഞാകുമ്പോൾ സ്ഥിതി അങ്ങനെയാണ്, ഒന്നും അറിയൂല, കഴിവും ശക്തിയും പ്രാപ്തിയില്ലാതെ. സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ, അങ്ങനെ പിന്നെ ഈ ബലഹീനതയൊക്കെ കഴിഞ്ഞ് വളർന്നിങ്ങനെ വന്ന് പിന്നെ ശക്തിയായി. സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫൻ വശൈബ, ശക്തിയൊക്കെ ക്ഷയിച്ച് ബലഹീനതയായി വീണ്ടും. മുടിയൊക്കെ നരച്ചുപോയി, വാർദ്ധക്യം പിടികൂടി. ഇങ്ങനെ മനുഷ്യരുടെ അവസ്ഥകൾ ഇങ്ങനെയാണ്. വിശേഷണങ്ങൾ, അവന് ലഭിച്ച വിശേഷണങ്ങൾ ഇങ്ങനെ കീഴ്പ്പെട്ടു വെക്കും. ഇത് സൃഷ്ടികളുടെ അവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശേഷണങ്ങൾ അവനിൽ നിന്ന് വിട്ടുപിരിയുകയില്ല. അത് ക്ഷയിക്കുകയോ ഇതുപോലെ അത് നശിക്കുകയോ ചെയ്യുകയില്ല. അബദൻ, എപ്പോഴും അള്ളാഹുവിന്റെ കൂടെ ഈ വിശേഷണങ്ങൾ ഉണ്ടാകും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു, കാന നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ദുആ ചെയ്യുന്ന ദുആകളുടെ കൂട്ടത്തിലായിട്ട് പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ഹറം വഅഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്. അല്ലാഹുവേ, ഞാൻ നിന്നോട് ബലഹീനതയെ തൊട്ട് കാവലിനെ തേടുന്നു. ബലഹീനത, ചെയ്യാനൊന്നിനും കഴിയാത്തൊരു നിസ്സഹായ അവസ്ഥ മനുഷ്യൻ അങ്ങനെ ഉണ്ടാവുക, അതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. ശാരീരികമായും മാനസികമായും ബലഹീനത പിടികൂടും ചിലപ്പോ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത, മുന്നേറാൻ കഴിയാത്ത, മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. കസൽ, അലസത വരും ചിലപ്പോ, നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത അലസത പിടികൂടും. അള്ളാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു. വൽ ജുബ്നി വൽ ഹറം, ജുബൻ ഭീരുത്വം, നല്ല കാര്യങ്ങളിലേക്ക് ധീരതയോടുകൂടെ മുന്നേറാൻ കഴിയാതെ ഭീരുത്വം, പേടി, എല്ലാരെയും പേടി, അങ്ങനത്തെ ഒരവസ്ഥ. ധീരത വേണം മുഅ്മിനീങ്ങളാകുമ്പോൾ, ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾക്ക്. അതില്ലാത്ത ബലഹീനത, ഭീരുത്വത്തെ തൊട്ട് ഞാൻ എന്നോട് കാവലിനെ തേടുന്നു. വൽ ഹറം, ഈ പറയുന്ന ആയത്തുകളിലൊക്കെ പറഞ്ഞതുപോലത്തെ ഒന്നും അറിയാത്ത പ്രായാധിക്യം, പ്രായം കൂടി ബുദ്ധിയും ശക്തിയും വിവേകവും പക്വതയും നഷ്ടപ്പെട്ടു പോകുന്ന അങ്ങനത്തെ അവസ്ഥ, ഹറം, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിൽ ഞാൻ എന്നോട് കാവലിനെ തേടുന്നു. കഴിവ് വേണം, ശക്തി വേണം, ആഫിയത്ത് വേണം, വിവരം പക്വതയും വിവേകം വേണം, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള
തൗഫീഖും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അത് ഖൈറാണ്. വയസ്സ് കൂടുക എന്നുള്ളത്, പ്രായം കൂടുതലാവുക എന്നുള്ളത്, അതിനൊന്നും കഴിയാത്തൊരവസ്ഥയിലേക്ക് വരിക എന്നുള്ളത്, ആ മനുഷ്യൻ നിസ്സഹായതയോടെ അങ്ങേ തലക്കിലെത്തുക എന്നുള്ളത്, അത് അങ്ങനത്തെ പിടികൂടാതെ അതിൽ നിന്ന് സുരക്ഷയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് കാവലിനെ തേടലുണ്ടായിരുന്നു. വൽ ജുബ്നി വൽ ഹറം. അതേപോലെ തന്നെ നരക ശിക്ഷയിൽ നിന്നും ദുനിയാവിലും ജീവിതത്തിലും മരണത്തിലുള്ള ഫിത്നകളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവലിനെ തേടണം. ചുരുക്കത്തിൽ ഇതാണ് മനുഷ്യരായ ആളുകളുടെ സൃഷ്ടിയുടെ അവസ്ഥ. ഇതാണ് ലഭിച്ച വിശേഷണങ്ങൾ പിന്നീട് ഒരു പ്രായവും കുറച്ചു കാലം കഴിയുമ്പോൾ അവർക്കത് നഷ്ടപ്പെടുന്ന പരിതാപകരമായൊരവസ്ഥ ഉണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ വിശേഷണങ്ങൾ അവനിൽ നിന്ന് പിരിഞ്ഞു പോകുകയോ നഷ്ടപ്പെട്ടു പോകുകയോ ചെയ്യുകയില്ല. കദാലിക ലാ യസാലു അലൈഹ അബദിയൻ. എപ്പോഴും എന്നും അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അവന്റെ കൂടെ ഉണ്ടായിരിക്കും. അവന്റെ കൂടെ ലാ ബിദായത ലിദാലിക്. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾക്ക് ഒരു ആരംഭമില്ല. അതേപോലെ തന്നെ കദാലിക സിഫാത്തുഹു തുലാസിമുഹു സുബ്ഹാനഹു ഫിൽ മുസ്തഖ്ബൽ. ഭാവിയിലും വരാൻ പോകുന്ന സമയത്ത് പൂർണ്ണമായി അള്ളാഹുവിന്റെ കൂടെ ഈ പറയുന്ന വിശേഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഫഹുവ ബിസിഫാതിഹി അബദിയ്യുൻ ലാ നിഹായത ലഹു. അള്ളാഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, അൻതൽ അവ്വലു ഫലൈസ ഖബലക ഷൈ വ അൻതൽ ആഖിറു ഫലൈസ ബഅദക ഷൈ. അള്ളാഹുവിന്റെ ശേഷം ഒന്നും തന്നെയില്ല, കാലാകാലമുള്ളവനാണ്. അതേപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദാത്ത് പോലെ അവന്റെ വിശേഷണങ്ങളും കാലാകാലം അള്ളാഹുവിന്റെ കൂടെയുണ്ടാകും. അല്ലാതെ ഈ പറയുന്ന സൃഷ്ടികളെപ്പോലെ ഒരു സമയം കഴിഞ്ഞു, ഒരു ഏജിലെത്തി, ഒരു ഘട്ടത്തിലെത്തിക്കഴിഞ്ഞാൽ ഇത് നഷ്ടപ്പെടാ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഇല്ല. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അവന് നഷ്ടപ്പെടുകയില്ല. ചുരുക്കത്തിൽ ലൈസ ബഅദ ഖൽഖിൽ ഖൽഖി ഇസ്തഫാദ ഇസ്മൽ ഖാലിഖ്. ഈ പറഞ്ഞതിനെ വീണ്ടും ശൈഖ് റഹിമഹുല്ല ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ലൈസ ബഅദ ഖൽഖിൽ ഖൽഖ്. ഈ പറയുന്ന സൃഷ്ടികളെ മുഴുവനും സൃഷ്ടിച്ചതിന്റെ ശേഷമല്ല ഇസ്തഫാദ ഇസ്മൽ ഖാലിഖ്, സൃഷ്ടാവ് എന്നുള്ള പേരിന് അള്ളാഹു അർഹനായത്. അള്ളാഹുവിന്റെ സൃഷ്ടികളൊക്കെ സൃഷ്ടിച്ചതിന്റെ ശേഷം അവൻ സൃഷ്ടാവായി എന്നല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നും സൃഷ്ടാവാണ്. എന്നും സൃഷ്ടാവാണ്. സൃഷ്ടിക്കുക എന്ന് പറയുന്ന ആ വിശേഷണം, ആ പ്രവർത്തനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ സമയത്തും ഓരോ സാഹചര്യങ്ങളിലും അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവനത് നിർവഹിക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ച് അവൻ പരിചയപ്പെടുത്തിയ ദുൽ അർശിൽ മജീദ് ഫഅലുൽ ലിമാ യുരീദ്. അതിമഹത്തായ ഉന്നതമായ അർശിന്റെ ഉടമയാണ് അള്ളാഹു. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യുന്നവനാണ്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശഭൂമിയെ കുറിച്ചും അർശിനെ കുറിച്ചും വെള്ളത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്ന് അത്രയും കാര്യങ്ങളെ നമുക്കറിയുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മുമ്പ് എന്തൊക്കെ സൃഷ്ടിച്ചു, എങ്ങനെയൊക്കെ സൃഷ്ടിച്ചു, എന്തൊക്കെയാണ് ഈ ലോകത്ത് നടന്ന കാര്യങ്ങൾ, നമുക്കതിനെക്കുറിച്ച് അറിയുകയില്ല. അത് കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് കുത്തിച്ചികഞ്ഞ് അന്വേഷിച്ച് പോകേണ്ട ആവശ്യവും നമ്മെ സമ്മതിച്ചില്ല. പക്ഷേ ഈ സൃഷ്ടികളൊക്കെ സൃഷ്ടിച്ചതിന്റെ ശേഷം മാത്രമല്ല അള്ളാഹു സൃഷ്ടാവ് എന്നുള്ള പേര് ലഭിച്ചത്. അള്ളാഹു അതിന്റെ മുമ്പ് തന്നെ സൃഷ്ടാവാണ്. അതേപോലെ വലാ ബി ഇഹ്ദാസിൽ ബരിയത്തി ഇസ്തഫാദ ഇസ്മൽ ബാരി. അള്ളാഹുവിന്റെ മറ്റൊരു പേരാണ് അൽ ബാരി. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. ഖുർആനിലുണ്ട് അൽ ബാരി. അള്ളാഹുവിന്റെ മറ്റൊരു പേരാണ്. ബാരി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല, ഖൽഖ് എന്ന് പറഞ്ഞാൽ ഓരോ സൃഷ്ടികളെയും നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ സൃഷ്ടിക്കാതെ പറയും. ബറി എന്ന് പറഞ്ഞാലും സൃഷ്ടിക്കാതെ പറയും. തഫ്സീറിൽ പണ്ഡിതന്മാരത് വിശദീകരിക്കുന്ന സമയത്ത് ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ എന്ന് പറയുന്ന ആയത്ത് വിശദീകരിക്കുന്ന സ്ഥലത്ത് ഇബ്നു കസീർ, ഇമാം ബഗവി പോലത്തവരൊക്കെ വിശദീകരിക്കുന്നത് ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കുന്നതിന്റെ 3 ഘട്ടങ്ങളാണ് അതിലുള്ളത്. ഖൽഖ്, ബർയ്, തസ്വീർ. ഖൽഖ്, ബർയ്, തസ്വീർ, ഈ 3 ഘട്ടങ്ങൾ ഓരോരോ സൃഷ്ടികൾക്കും ഉണ്ട്. അതിൽപ്പെട്ട ഖൽഖ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന ആ വസ്തു പ്രത്യക്ഷത്തിൽ വരുന്നതിന്റെ മുമ്പ് അതിന്റെ രൂപവും ഘടനവുമുള്ള കണക്കുകൂട്ടൽ, പ്ലാൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ. അതിനനുസരിച്ച് പിന്നീട് അത് പ്രത്യക്ഷത്തിൽ വരുന്ന ആ ഘട്ടമാണ് ബർ എന്ന് പറയുന്നത്.
ആ സൃഷ്ടി പ്രത്യക്ഷത്തിലേക്ക് പ്രകടമായി വരുന്ന ഘട്ടം. തസ്വീർ എന്ന് പറഞ്ഞ ഓരോ വസ്തുക്കൾക്കും ഓരോ വ്യക്തികൾക്കും ഓരോ സൃഷ്ടികൾക്കും വിഭിന്നമായ രൂപഘടനകൾ, പ്രത്യേകമായ രൂപങ്ങൾ, ഘടനകൾ, ആകൃതികൾ ഉള്ളതാണ് തസ്വീർ. ഓരോ സൃഷ്ടികളിലും അള്ളാഹുവിന്റെ ഈ 3 പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. 3 പ്രവർത്തനങ്ങൾ: ഖൽഖുണ്ട്, ബർയുണ്ട്, തസ്വീറുണ്ട്. അതാണ് ആയത്തിൽ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ എന്ന് പറയുന്നത്. ഈ പറയുന്ന സൃഷ്ടികളെ അൽ ബരിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൃഷ്ടികൾ എന്ന് തന്നെ. മഖ്ലൂഖ് എന്ന് പറഞ്ഞാലും സൃഷ്ടി എന്നുള്ളത് തന്നെ. ഈ പറയുന്ന സൃഷ്ടികളെ ഈ ഭൂമിയിലേക്ക്, നമ്മുടെ കാണുന്ന പ്രത്യക്ഷ ഭാഗങ്ങളിലേക്ക് പുതിയതായി കൊണ്ടുവന്നതിന്റെ ശേഷം അള്ളാഹുവിനെ കുറിച്ച് ബാരി എന്ന് പറയല്ല. അള്ളാഹു മുമ്പേ ബാരി ആണ്. അൽ ഖാലിഖ്, അൽ ബാരി, അൽ മുസവ്വിർ, ഇതൊക്കെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദാത്തിന്റെ കൂടെ ഉള്ള വിശേഷണങ്ങളാണ്. അതിന്റെ പ്രകടമായ പ്രവർത്തനങ്ങളാണ് ഈ ഖൽഖ്, ബർയ്, തസ്വീർ എന്ന് പറയുന്നത്. പുതിയ പുതിയ ഓരോരോ സൃഷ്ടികളെ കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ ആ പ്രവർത്തനങ്ങൾ അത് പുതിയതാണ്. പക്ഷേ ആ വിശേഷണങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് അത് അവന്റെ പരിശുദ്ധമായ ദാത്തിന്റെ കൂടെ പ്രാരംഭമില്ലാത്ത, തുടക്കമില്ലാത്ത കാര്യങ്ങളാകുന്നു. വലാ ബി ഇഹ്ദാസിൽ ബരിയത്തി ഇസ്തഫാദ ഇസ്മൽ ബാരി, സൃഷ്ടികളെ പുതിയതായി കൊണ്ടുവന്നതുകൊണ്ടല്ല അള്ളാഹുവിനെ കുറിച്ച് ബാരി എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മുമ്പ് തന്നെ ബാരി ആണ്, ഖാലിഖാണ്, സൃഷ്ടാവാണ്, മുസവ്വിറുമാണ്, സൃഷ്ടികളെ സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയവനുമാകുന്നു. ലഹു മഅനർ റുബൂബിയ്യത്തി വലാ മർബൂബ് വമഅനൽ ഖാലിഖി വലാ മഖ്ലൂഖ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് റബ്ബ് എന്ന് പറയുന്ന വിശേഷണമുണ്ട്. വലാ മർബൂബ്, സൃഷ്ടികൾ അള്ളാഹുവിന്റെ ഉടമയിൽ സൃഷ്ടികളില്ലാത്ത സമയമാണെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അവന് റബ്ബാണ്. റബ്ബ് റബ്ബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അൽ മാലിക്, ഉടമ, അൽ മുതസർരിഫ്, കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവൻ, നന്നാക്കുന്നവൻ, യജമാനൻ എന്നൊക്കെ അർത്ഥത്തിൽ റബ്ബ് എന്ന് പറയും. സാധാരണ അറബിയിൽ പ്രയോഗത്തിലൊക്കെ റബ്ബുൽ ബൈത്ത് എന്നറിയും, വീടിന്റെ ഉടമ അവനാണ്. അതല്ലെങ്കിൽ അടിമകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ റബ്ബ് എന്ന് പറയും, യജമാനൻ എന്നുള്ള അർത്ഥത്തിലൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവനും ഉടമയാണ്, നമ്മുടെ മുഴുവനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവനാണ്, നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നാക്കി നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നവനാണ്, നമ്മുടെ യജമാനൻ അള്ളാഹുവാണ്. നാം അവന്റെ അടിമകളാണ്, അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മൾ. അള്ളാഹുവാണ് നമ്മുടെ റബ്ബ്, നമ്മുടെ യജമാനൻ, നമ്മുടെ സയ്യിദ്. ലഹു മഅനർ റുബൂബിയ്യത്തി വലാ മർബൂ, ഈ പറയുന്ന അടിമകള്, ഈ പറയുന്ന സൃഷ്ടികൾ, ആദ്യം പറഞ്ഞതിന്റെ വീണ്ടും വിശദീകരണമാണ്. അവരൊന്നില്ലാത്ത സമയത്തും റബ്ബ് എന്ന് പറയുന്ന വിശേഷണം അള്ളാഹുവിനുണ്ട്. വമഅനൽ ഖാലിഖി വലാ മഖ്ലൂഖ്, സൃഷ്ടികളൊന്നും ഇല്ലാത്ത ആ സമയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സൃഷ്ടാവ് എന്ന് പറയുന്ന വിശേഷണമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സൃഷ്ടാവ് എന്ന് പറയുന്ന വിശേഷണമുണ്ട്. വകമാ അന്നഹു മുഹ്യിൽ മൗതാ ബഅദമാ അഹ്യാ ഇസ്തഹഖ ഹാദൽ ഇസ്മ ഖബ്ല ഇഹ്യാഇഹിം. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയവരെയൊക്കെ ജീവിപ്പിക്കുന്നവനാണ്. ആദ്യം അള്ളാഹു അവന്റെ സൃഷ്ടികളൊക്കെ ജീവിപ്പിച്ചു, പിന്നെ മരിപ്പിച്ചു, അതിന്റെ ശേഷം പുനർജീവനം എന്ന് പറയുന്ന ജീവിപ്പിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന മരണപ്പെട്ടു പോയതിനൊക്കെ അള്ളാഹു ജീവിപ്പിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് മുഹീ എന്ന് പറയും. എന്നാൽ ഇസ്തഹഖ ഹാദൽ ഇസ്മ ഖബ്ല ഇഹ്യാഇഹിം, ഈ സൃഷ്ടികളൊക്കെ ജീവിപ്പിക്കുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിപ്പിക്കുന്നവനാണ്, മുഹീ എന്ന് പറയുന്ന ആ വിശേഷണമുള്ളവനാണ്. കദാലിക ഇസ്തഹഖ ഇസ്മൽ ഖാലിഖി ഖബ്ല ഇൻശാഇഹിം, സൃഷ്ടികളെ ഉണ്ടാക്കുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാലിഖ് എന്ന് പറയുന്ന ആ പേരും അവൻ ഉടമപ്പെടുത്തിയവനാണ്. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ ഉത്തമമായ നാമങ്ങളും ഉന്നതമായ വിശേഷണങ്ങളും അത് പൂർണ്ണമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കൂടെ ഉള്ളതാണ്. അവനിൽ നിന്നൊരു നിമിഷവും ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ, വേർപിരിഞ്ഞ അവസ്ഥ ഇല്ല എന്നർത്ഥം. ഇല്ല എന്ന് സൃഷ്ടികളോട് ഉപമിച്ചുകൊണ്ട് തെറ്റായ നിലക്ക് മനസ്സിലാക്കരുത്. അതേപോലെ തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിൽ നിന്ന് വ്യതിചലിച്ച ആളുകൾ പറയുന്നത് പോലെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളൊന്നും ഇല്ല എന്നോ
അതല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്നു, അതൊന്നും പ്രവർത്തന സജ്ജമല്ലാതെ കടക്കുകയായിരുന്നു എന്നോ തെറ്റായ നിലക്ക് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കരുതേ എന്ന് കരുതി വീണ്ടും വീണ്ടും മഹാനായ പണ്ഡിതൻ കാര്യത്തിന്റെ ഗൗരവം അത് വിശദീകരിച്ച് മനസ്സിലാക്കി തരുകയാണ്. അള്ളാഹുവിന് ഈ വിശേഷണങ്ങളൊക്കെ ആദ്യമൊക്കെ തന്നെ ഉണ്ട്. സൃഷ്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പ് ഇതൊക്കെ ഉണ്ട് എന്ന് പറയാൻ കാരണം തെളിവ് ذَلِكَ بِأَنَّهُ عَلَى كُلِّ شَيْءٍ قَدِيرٌ. അത് പറയാൻ കാരണം നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു പരിചയപ്പെടുത്തി തന്നിരിക്കുന്നു. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിന്റെ മേലും കഴിവുള്ളവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിന്റെ മേലും കഴിവുള്ളവനാണ് എന്ന് അവൻ നമുക്ക് വിശേഷിപ്പിച്ചു തന്നു, അവനെക്കുറിച്ച് പരിചയപ്പെടുത്തി തന്നു, അവനെ സംബന്ധിച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇന്ന സമയം മുതലേ എല്ലാ കാര്യത്തിനും കഴിവുള്ളൂ, ഇന്ന സമയം മുതൽ കഴിവില്ല എന്നെങ്ങാനും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൃഷ്ടിക്കുക, ഉടമപ്പെടുത്തുക, നിയന്ത്രിക്കുക, ജീവിപ്പിക്കുക, മരിപ്പിക്കുക, ഈ പറയുന്ന ഓരോ കാര്യങ്ങളും അറിയുക, റിസ്ക് നൽകുക, ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഈ പറയുന്ന അലാ കുല്ലി ഷൈഇൻ എന്ന് പറഞ്ഞതിൽ പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിന്റെ മേലും കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ഈ സൃഷ്ടികൾ ഉണ്ടായി, സൃഷ്ടിച്ചു, ജീവിപ്പിച്ചു, മരിപ്പിച്ചു, അതിന്റെ ശേഷം ഈ പറയുന്ന വിശേഷണങ്ങൾ ഉണ്ടായി എന്നല്ല ഇതിന്റെ അർത്ഥം. എല്ലാ സമയത്തും അള്ളാഹു എല്ലാം ചെയ്യാൻ കഴിവുള്ളവന, സൃഷ്ടിക്കാൻ കഴിവുള്ളവന, ജീവിപ്പിക്കാൻ കഴിവുള്ളവന, മരിപ്പിക്കാൻ കഴിവുള്ളവന, റിസ്ക് നൽകാൻ കഴിവുള്ളവനാണ്. ഇവിടെ സൃഷ്ടികളുണ്ട്, അപ്പോഴേ കഴിയുള്ളൂ. സൃഷ്ടികൾ പ്രത്യക്ഷത്തിൽ വന്നു, അപ്പോഴേ ഈ കഴിവ് പ്രവർത്തിക്കുള്ളൂ എന്നൊന്നും ഇതിനർത്ഥം. ഇന്നല്ലാഹ അലാ കുല്ലി ذَلِكَ بِأَنَّهُ عَلَى كُلِّ شَيْءٍ قَدِيرٌ. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിന്റെ മേലും കഴിവുള്ളവനാണ്. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ അല്ലാഹു അവനെക്കുറിച്ച് നമുക്ക് വിശേഷിപ്പിച്ചു തന്നിരിക്കുന്നു. لا يقال بأنه استفاد القدرة إلا بعد أن خلق وأوجد المخلوقات. സൃഷ്ടികളൊക്കെ വന്നതിന്റെ ശേഷം, അതൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടായതിന്റെ ശേഷം അല്ലാഹു തആലക്ക് കഴിവുണ്ടായി എന്നതിന്റെ അർത്ഥം അതല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിന്റെ മേലും കഴിവുള്ളവനാണ്. എപ്പോ അല്ലാഹു പരിശുദ്ധമായ അവന്റെ ദാത്ത് എപ്പുണ്ടോ ആ സമയത്ത് മുഴുവനും അല്ലാഹു എല്ലാത്തിന്റെ മേലും കഴിവുള്ളവനാണ്. സൃഷ്ടിക്കാൻ കഴിവുണ്ട്, റിസ്ക് നൽകാൻ കഴിവുണ്ട്, ജീവിപ്പിക്കാൻ കഴിവുണ്ട്, മരിപ്പിക്കാൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അൽ ഖുദ്റത്തു സിഫത്തുൻ അസലിയ. കഴിവ് എന്ന് പറയുന്നത് അത് അല്ലാഹുവിനോട് കൂടെ പ്രാരംഭമില്ലാത്ത വിശേഷണമാണ്. وإنما كونه أوجد المخلوقات فهذا أثر ناتج من كونه على كل شيء قدير. ഈ സൃഷ്ടികളൊക്കെ ഈ ലോകത്ത് കൊണ്ടുവന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അതിന് കഴിവുണ്ട് എന്നുള്ളതിന്റെ മേലുള്ള വ്യക്തമായ തെളിവാണ്. അതിന് വ്യക്തമായ തെളിവാകുന്നു. ഈ ലോകത്തുള്ള കാര്യങ്ങൾ, നമ്മുടെ കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ കാണാത്ത കാര്യങ്ങൾ, വരാൻ പോകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണോ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഏതാണോ അത് മുഴുവത്തിന്റെ മേലും അവൻ കഴിവുള്ളവനാകുന്നു. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ യുഅ്ജിസുഹു ഷൈഅൻ. അള്ളാഹുവിനെ നിസ്സഹായത്തിലാക്കുന്ന ഒന്നും തന്നെയില്ല. അള്ളാഹുവിന് ഇന്നതേ കഴിയുള്ളൂ, ഇന്നത് കഴിയൂല, ഇന്ന കാര്യങ്ങളെ ചെയ്യുള്ളൂ, അങ്ങനല്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യത്തിന്റെ മേലും അള്ളാഹു കഴിവുള്ളവനാകുന്നു. വകുല്ലു ഷൈഇൻ ഇലൈഹി ഫഖീറുൻ. എല്ലാ സൃഷ്ടികളും അള്ളാഹുവിലേക്ക് അത്യാവശ്യമുള്ള ദരിദ്രരുമാകുന്നു. എല്ലാ സൃഷ്ടികളും അള്ളാഹുവിലേക്ക് പൂർണ്ണമായ ആവശ്യക്കാരാണ്. സകല സമയങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്യലുണ്ടായിരുന്നു, ലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ഏറ്റവും ശ്രേഷ്ഠരായ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ബഹുമാന ആദരണീയരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്യലുണ്ടായിരുന്നു, ലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. കണ്ണ് ചിമ്മി തുറക്കുന്ന ആ നിമിഷം പോലും എന്റെ കാര്യം നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ, ആ ഒരു നിമിഷം പോലും നീ എന്നെ കൈയൊഴിയരുതേ. അള്ളാഹുവേ, നിന്നിലേക്ക് അത്ര കുറഞ്ഞൊരു സമയം പോലും ഞാൻ അത്യാവശ്യക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഏറ്റവും ശ്രേഷ്ഠരായ അള്ളാഹുവിന്റെ അടിമ,
അവിടുന്ന് ഇത് പറയുന്നത്, റസൂല് പറയുന്നത് അവിടുത്തെ ആവശ്യം കൊണ്ടും ഉമ്മത്തിന് പഠിപ്പിക്കാൻ വേണ്ടിയും നമ്മളും ഈ ഒരു പറയുന്ന വിശ്വാസത്തിലും ഈ പറയുന്ന ആവശ്യകതയിലുമായിരിക്കണം. അതിനുവേണ്ടി ഖുറാഫികൾ പറഞ്ഞു പഠിപ്പിക്കുന്നത് പോലെ യാ ഗൗസൽ ആളം എന്ന് അള്ളാഹ് പറഞ്ഞോ പറഞ്ഞല്ലോ പറഞ്ഞു. അള്ളാഹു തആല സഹായത്തിന് വേണ്ടി മുഹയ്യിദ്ദീൻ ശൈഖിനോട് ചോദിച്ചു. അള്ളാഹ് നിസ്സഹായനാണ്, അയാൾ ഔലിയ, അതിനേറ്റവും പ്രാപ്തനാണ്. വിഡ്ഢിത്തരം എത്രത്തോളം പരിധി വിട്ട് കടന്നിട്ട് ഗുലുവ് എന്നാണ് ഇത് പറയാം. ആളുകൾ പരിധി വിട്ട് കടന്നിട്ട് നസാറാക്കൾ ഈസാ നബിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹുവിന്റെ മകനാണ്, മൂന്നിലൊരാളാണ് എന്ന് പറഞ്ഞ് പരിധി വിട്ട് കടന്ന് ലലാലത്തിൽ പോയി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയതുപോലെ അള്ളാഹു പറയാണ്, യാ ഗൗസ്, ഏറ്റവും വലിയ സഹായി ആവശ്യമുണ്ട് നമുക്ക്. എത്രത്തോളം വലിയ വിഡ്ഢിത്തരം! ബഗ്ദാദിലും മിസ്റിലും തുർക്കിയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ കുറെ കാലം ഉണ്ടായിട്ടുള്ളേനു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഈ സാധനം, ഈ ഉൽപ്പന്നം ഉണ്ട്. CM അദ്ദേഹം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഇവരതൊക്കെ ഏറ്റെടുത്ത് നടത്തുകയാണ്. ഒരാവശ്യം പിന്നെ അള്ളാഹുവിന് ആവശ്യം തന്നെയല്ല, ജനങ്ങളെ മുഴുവനും അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അടുപ്പിച്ചു കൊടുക്കുകയാണ്. ജനങ്ങൾ അള്ളാഹുവിന് ആവശ്യമില്ല. വല്ലാഹു വകുല്ലു ഷൈഇൻ ഇലൈഹി ഫഖീർ. എല്ലാ വസ്തുക്കളും, ഈ പറയുന്ന മനുഷ്യരും ജിന്നുകളും ആകാശങ്ങളും ഭൂമിയും മലക്കുകളും എല്ലാം ഷൈ എന്ന് പറഞ്ഞ എല്ലാ വസ്തുക്കളും എല്ലാ സൃഷ്ടികളും അള്ളാഹുവിലേക്ക് അത്യാവശ്യമുള്ള ദരിദ്രരാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. മനുഷ്യർക്ക് മറ്റു ജീവികളൊക്കെ താഴ്മ കാണിക്കും. അള്ളാഹുവിന്റെ മറ്റുള്ള ജീവജാലങ്ങൾ, അള്ളാഹുവിന്റെ സൃഷ്ടികൾ മുഴുവൻ വിനയം കാണിക്കും. മനുഷ്യർക്കായിരിക്കും അഹങ്കാരം ഉണ്ടാവുക. അതുകൊണ്ട് എടുത്തു പറയാ, അയ്യുഹന്നാസു, മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് അത്യാവശ്യക്കാരാണ്, ദരിദ്രരാണ്. ദരിദ്ര ഒരു ഔലിയാണെങ്കിലും ഏത് വലിയ പ്രവാചകനാണെങ്കിലും മലക്കാണെങ്കിലും എല്ലാവരും അള്ളാഹുവിലേക്കുള്ള ഫുഖറാക്കളാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. സ്വയം മറ്റുള്ളവരിലേക്ക് ആശ്രയമില്ലാത്ത അന്യാശ്രയൻ, മറ്റുള്ളവരിലേക്ക് ആശ്രയമില്ലാത്തവൻ, സ്വയം പര്യാപ്തൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. സ്തുത്യാർഹനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അൽ ഹമീദ്, സ്തുത്യാർഹന, പരിപൂർണനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഖയ്യൂമാണ്. അവന്റെ കാര്യങ്ങൾ മുഴുവനും അവൻ നോക്കി നടത്തി കൊണ്ടുപോകുന്നവനാണ്. സൃഷ്ടിയുടെ കാര്യങ്ങൾ നോക്കി നടത്തി കൊണ്ടുപോകുന്നവനാണ്. അൽ ഖയ്യൂമാണ്. സൃഷ്ടികൾ മുഴുവനും അള്ളാഹുവിലേക്ക് അത്യാവശ്യമുള്ള ആളുകളാണ്. ഔലിയാണെങ്കിലും അതേപോലെ തന്നെ ഷഹീദാണെങ്കിലും നബിയാണെങ്കിലും റസൂലാണെങ്കിലും മലക്കാണെങ്കിലും മുഴുവനും അള്ളാഹുവിലേക്ക് ആവശ്യമുള്ള ആളുകളാണ്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ, രക്തസാക്ഷികൾ, ശുഹദാക്കൾ, മരണപ്പെട്ടു പോയവരാണ് എന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നു, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം. അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായ നിലക്കുള്ള ഹയാത്ത് അവർക്ക് നൽകിയിട്ടുണ്ട്. യുർസഖൂൻ, യുർസഖൂൻ ആയത്തിൽ പറയുന്നത് അവർക്ക് റിസ്ക് നൽകപ്പെടുന്നു. അവർ വേറെയുള്ളവർക്ക് കൊടുക്കണ്ട് എന്നുള്ളതല്ല. ഔലിയാക്കളായിട്ട് ശുഹദാക്കളായിട്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളായിട്ട് പ്രത്യേകമായ ജീവൻ അവർക്ക് കൊടുത്ത് ആദരിക്കുന്നുണ്ട്. അവർക്ക് വിഭവങ്ങൾ കൊടുക്കണം. യുർസഖൂൻ എന്നാണ് പറഞ്ഞത്. അവർക്ക് വിഭവങ്ങൾ നൽകപ്പെടുന്നു. അവർ മരിച്ചു പോയിട്ട് അബ്ദാലുകളും അഖ്താബുകളും ഔലിയാക്കളായിട്ട് അവിടെ പോയി ലോകം കൈകാര്യം ചെയ്യണമെന്നല്ല ആയത്തിൽ അള്ളാഹ് പറഞ്ഞത്. യുർസഖൂൻ, അവർക്ക് വിഭവങ്ങൾ നൽകപ്പെടുന്നു. ഖുറാഫികൾ നേരെ തിരിച്ചു പറയും, അവരോട് ചെന്ന് ചോദിക്കി, ഔലിയനോട് ചോദിക്കി, അവരാണ് കൈകാര്യം ചെയ്യുന്നത്. ഷെയ്ഖ് പറയുന്നു, വകുല്ലു ഷൈഇൻ ഇലൈഹി ഫഖീർ. ഈ പണ്ഡിതൻ ഇത് പറഞ്ഞതിന് തെളിവ് യാ അയ്യുഹന്നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാർ പറയുന്നതിന് തെളിവ് ആയത്തിലും ഹദീസിലും പറഞ്ഞു തരും. ഖുറാഫികൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യും, ജൂതന്മാർ ചെയ്തതുപോലെ. ശരിയായ ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനം ചെയ്ത് പറയും. വകുല്ലു അംരിൻ അലൈഹി യസീർ. അള്ളാഹുവിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും എളുപ്പമാണ്. അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ ചെയ്യുന്ന എല്ലാ കാര്യം അവനെ സംബന്ധിച്ച് അത് വളരെ ലളിതമായ കാര്യങ്ങളാണ്. നമുക്കേ പ്രയാസവും ഭാരവുമായി തോന്നുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് വകുല്ലു അംരിൻ അലൈഹി യസീറുൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും എളുപ്പമുള്ളതാണ്, എളുപ്പമുള്ളതാണ്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹു ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവണമെന്ന് ഉദ്ദേശിക്കുന്ന പക്ഷം
കുൻ എന്ന് പറഞ്ഞാൽ ഫയക്കൂൻ, ഉടനെ ആ സൃഷ്ടി, ആ വസ്തു, ആ വിഷയം ഉണ്ടാകും. അള്ളാഹുവിനെ സംബന്ധിച്ച് യാതൊരു പ്രയാസവും ഈ കാര്യങ്ങളിലുമില്ല. ഫഹുവ യുഹ്യീ വയുമീത്, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ജീവിപ്പിക്കുന്നു, ഉദ്ദേശിക്കുന്നവരെ മരിപ്പിക്കുന്നു. അവൻ സൃഷ്ടിക്കുന്നു, അവൻ വിഭവങ്ങൾ നൽകുന്നു. വയുഅ്തി വയംന, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു, ഉദ്ദേശിക്കുന്നവർക്ക് തടയുന്നു. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത, നീ നൽകിയത് തടയുന്നവരില്ല, നീ തടഞ്ഞത് നൽകുന്നവരുമില്ല. അള്ളാഹുവിനത് കഴിയും. വയുഹ്യിൽ മൗതാ ബഅദ ഫനാഇഹിം, ആളുകളൊക്കെ മരിച്ച് നാമാവശേഷമായി പോയതിന്റെ ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് പുനർജീവിപ്പിക്കുന്നു. വദാലിക യസീറുൻ അലൈഹി സുബ്ഹാനഹു വ തആല, ഇതൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ലാ യുകല്ലിഫുഹു ഷൈഅൻ, അള്ളാഹുവിന് പ്രത്യേകിച്ച് ഒരു ഭാരം ഈ കാര്യത്തിലില്ല. സൃഷ്ടികളുടെ കാര്യം അങ്ങനെയല്ല. നമ്മൾ സൃഷ്ടികളോട് താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ പ്രയാസമായി അനുഭവപ്പെടുന്നത്. അള്ളാഹും അവന്റെ സൃഷ്ടികളിൽ നിന്ന് വിഭിന്നമായവനാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികൾ വിഭിന്നമായവനാണ്. മാ ഖൽഖുകും വലാ ബഅസുകും ഇല്ലാ കനഫ്സിൻ വാഹിദ, നിങ്ങളെ സൃഷ്ടിക്കുക എന്ന് പറയുന്നു, നിങ്ങളെ മരിപ്പിച്ചതിന്റെ ശേഷം പുനർജീവിപ്പിക്കുക എന്ന് പറയുന്നതൊന്നും ഇല്ലാ കനഫ്സിൻ വാഹിദ, ഒരൊറ്റ ഒരു തടിയെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യും പോലെയല്ലാതെ അള്ളാഹുവിനില്ല. അത്രയില്ല, അത്രയും പ്രയാസമുള്ള കാര്യങ്ങളല്ല. നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാണ്, ഒരൊറ്റ ഒരു നഫ്സിനെ ചെയ്യുന്നത് പോലത്തെ അവസ്ഥയാണ്, അതുമില്ല. പക്ഷേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയുള്ള പ്രയോഗമാണത്. പ്രയോഗമാണ് ഇങ്ങനെ പറയുന്നത്, ഇല്ലാ കനഫ്സിൻ വാഹിദത്തിൻ ലാ യഹ്താജു ഇലാ ഷൈഇൻ, അള്ളാഹുവിന് ഒന്നിലേക്കും ഒരാവശ്യവുമില്ലാത്തവനാണ്. തുടർന്നുകൊണ്ട് വീണ്ടും ശൈഖ് റഹ്മഹുള്ള പറയുന്നു, അടിവരയിട്ടും മുകൾ വരയിട്ടും പറയുന്നു, കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. ലാ യഹ്താജു ഇലാ ഷൈഇൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നിലേക്കും തന്നെ ആവശ്യമില്ലാത്തവനാണ്. വഹുവൽ ഗനിയ്യുൽ ഹമീദ്, സ്വയം പര്യാപ്തനാണ്, അന്യാശ്രയനാണ്, സൃഷ്ടികളിലേക്ക് ആവശ്യമില്ലാത്തവനാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗനിയ്യുൻ അൻ കുല്ലി ഷൈ, സകല സൃഷ്ടികളിൽ നിന്നും ആശ്രയമില്ല, അതിലേക്ക് ആശ്രയമില്ലാത്തവനാണ്. ഫല്ലാഹു ലൈസ ബിഹാജത്തിൻ ഇലൽ ഖൽഖ്, സൃഷ്ടികളിലേക്ക് യാതൊരു ആവശ്യവും അള്ളാഹുവിനില്ല. ലിഅന്നഹു ഹുവൽ ഗനി, അവൻ സ്വയം പര്യാപ്തനാണ്. ഫഹുവല്ലദീ യുഅ്തിൽ ഖൽഖ സുബ്ഹാന, സൃഷ്ടികൾക്ക് വേണ്ടുന്ന വിഭവങ്ങൾ മുഴുവനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നവനും നൽകുന്നവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ, അഖീദത്തുൽ വാസിലൊക്കെ നമ്മൾ കേട്ടതുപോലെ അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുപോലെ സൂറത്ത് ശൂറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നും തന്നെയില്ല, അല്ലാഹുവിനെ പോലെ ഒന്നും തന്നെയില്ല. അല്ലാഹുവിന്റെ വിശേഷണങ്ങളും കാര്യങ്ങളും പറയുമ്പോൾ സൃഷ്ടികളായ ഒന്നിനോടും നമ്മൾ അവനെ ഉപമിക്കാൻ പാടില്ല, താരതമ്യം ചെയ്യാൻ പാടില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, വളരെ കുറഞ്ഞ വാക്കുകളാണ്, വിപുലമായ വിശാലമായ ആശയമാണ് ഇതിലുള്ളത്. ഈ 2-3 വാക്കുകൾ ഉൾക്കൊണ്ട ഈ ആയത്ത് ശരിക്കും മനസ്സിലാക്കാത്തതിന്റെ പേരിൽ നല്ലൊരു വിഭാഗം മനുഷ്യർ വഴിപേച്ചുപോയി സൃഷ്ടാവായ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ. മുൻകാലങ്ങളിൽ വഴിപേച്ചുപോയി, ഇപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളിൽ വഴിപേച്ചുപോയി. വലാലത്തിന്റെയും ഖുറാഫാത്തിന്റെയും സൂഫിയത്തിന്റെയും ഖബറാരാധനയുടെയും ഔലിയാക്കളെ പൊക്കിപ്പിടിക്കുന്നതിന്റെയൊക്കെ പേരിൽ ആളുകൾ വഴിപേച്ചു പോയത് ഈ വളരെ കുറഞ്ഞ ഈ തുണ്ടം ആയത്ത് ശരിക്കും മനസ്സിലാക്കാത്തതിന്റെ പേരിൽ നമ്മുടെ സൃഷ്ടാവായ, നമ്മുടെ ഇലാഹും റബ്ബുമായ, നമ്മുടെ ഉടമയായ, നമ്മുടെ യജമാനനായ അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കാൻ ഈ പറയുന്ന ആയത്ത് വളരെ അർത്ഥവത്താണ്. അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാര് തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ ഗൗരവത്തോടെ ഈ ആയത്ത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവരുടെ ശിഷ്യന്മാർക്കും അനുയായികൾക്കും കൂടെയുള്ള ആളുകൾക്കും ഇത് മനസ്സിലാക്കി തരുന്നുണ്ട്. ഈ പറയുന്ന ഭാഗം ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കാത്തതിന്റെ പേരിൽ ഒരു പടി ആളുകൾ, പഠിപ്പും വിവരമുണ്ട് എന്ന് പറയുന്ന ആളുകൾ, ചിന്തകന്മാരാണെന്ന് പറയുന്ന ആളുകൾ വഴിപയച്ചുപോയി ഇതിന്റെ പേരിൽ. നമ്മൾ മുമ്പ് അഖീദത്തുൽ വാസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇൽമുൽ കലാമിന്റെ ആളുകൾ വർഷങ്ങളോളം. ഫഖ്റുദ്ദീൻ റാസി അതിൽപ്പെട്ടതാണ്, ഇമാമുൽ ഹറമൈൻ അതിൽപ്പെട്ടതാണ്, അബുൽ ഹസൻ അൽ അശ്അരി വർഷങ്ങൾ അതിൽ ജീവിച്ച ആളാണ്. ഇവരിൽപ്പെട്ട പല ആളുകളും മരണത്തോടടുത്ത ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ശരിയായ ദിശയിലേക്ക് വന്ന് രക്ഷപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയ ആളുകളാണ്. പല ആളുകൾക്കും ഈ സത്യം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയാതെ ഒരുപാട് ത്യാഗം ചെയ്ത്, ഒരുപാട് പഠനം നടത്തി, ഒരുപാട് ചിന്തിച്ച് അങ്ങനെ ശരിയായ സത്യം മനസ്സിലാക്കാൻ കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയവർ.
ഇത് ശരിക്കും മനസ്സിലാക്കാനുള്ള ഒരു താഴ്മയും വിനയവും കാണിക്കാത്തതിന്റെ പേരിലാണ് ഇന്ന് ഈ ഖുറാഫികളും ഈ ഖുബൂരികളും ഈ ശിർക്കും ഈ ദലാലത്തും ഈ പറയുന്ന പരിധിവിടുകൾ ഈ ഗുലൂബ് പോലത്തെ കാര്യങ്ങളുമായി സമൂഹത്തിന്റെ മുന്നിൽ ഇന്നും രംഗത്തുള്ളത്. ഇതുപോലത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ഒന്നും തന്നെയില്ല. ഒരു നബിയുമില്ല, മലക്കുമില്ല, ഔലിയുമില്ല. ഉന്നതനായ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്ന വിശേഷത്തിന് അർഹരും യോഗ്യരുമായി ഒന്നും തന്നെയില്ല ഒന്നും തന്നെയില്ല. എന്നാൽ വഹുവ സമീഉൽ ബസീർ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കേൾവി, കാഴ്ച, അറിവ്, സംസാരം, ജീവൻ പോലത്തെ സൃഷ്ടിക്കുക, നിയന്ത്രിക്കുക പോലത്തെ വിശേഷണങ്ങൾ ധാരാളം ഉണ്ട്. താൻ അള്ളാഹു തആലക്ക് കേൾവിയുണ്ട്, പക്ഷേ നമ്മുടെ കേൾവി പോലെയല്ല. അള്ളാഹുവിന് കാഴ്ചയുണ്ട്, നമ്മുടെ കാഴ്ച പോലെയല്ല. നമ്മുടെ റബ്ബും നമ്മുടെ സൃഷ്ടാവും നമ്മുടെ ഇലാഹുമായ അള്ളാഹുവിനെ കുറിച്ച് അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാര് തിരിച്ചും മറിച്ചും വിശദമായി കൊണ്ട് മനസ്സിലാക്കി തരുന്നത് അവർ ഉൾക്കൊണ്ട ആദർശം ഖിയാമത്ത് നാൾ വരെ അവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുന്ന ആളുകൾ മനസ്സിലാക്കി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് തിരിച്ചും മറിച്ചും തലതിരിച്ചും വിശദീകരിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇത് പറഞ്ഞു ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, അള്ളാഹുവിനെ പോലെ ഒന്നും തന്നെയില്ല. അവനോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന, അള്ളാഹുവിനോട് കടപിടിക്കുന്ന, അള്ളാഹുവിനുള്ളത് പോലെ ഉണ്ട് എന്ന് പറയാൻ പറ്റും ഒന്നും തന്നെയില്ല, ആരും തന്നെയില്ല. വഹുവ സമീഉൽ ബസീർ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം വഹുവ സമീഉൽ ബസീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനുമാകുന്നു. എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനുമാകുന്നു. ഇതിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽപ്പെട്ട ആരെങ്കിലും മറ്റ് ആരെയെങ്കിലും അള്ളാഹുവിനോട് ഉപമിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ ആയത്തിന്റെ തുടക്കഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ആരെയും തന്നെ അള്ളാഹുവിനോട് ഉപമിക്കാനോ അള്ളാഹുവിനോട് കടപിടിക്കുന്നതാണ് എന്നോ അവന്റെ വിശേഷണങ്ങളോ അവന്റെ നാമങ്ങളോ അവന്റെ ഗുണങ്ങളോ ഉണ്ട് എന്ന് ഒരു സൃഷ്ടിക്കും നിങ്ങൾ വകവെച്ചു കൊടുക്കരുത് മനുഷ്യരെ എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ലൈസ കമിസ്ലിഹി എന്ന് പറഞ്ഞത്. അതിന്റെ തുടക്കത്തിൽ ഈ റദ്ദുൻ അലൽ മുശബ്ബിഹ എന്നാ പറയാം, അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളോട് ഉപമിക്കുന്ന, അതല്ലെങ്കിൽ സൃഷ്ടികളിൽപ്പെട്ട ആരെയെങ്കിലും അള്ളാഹുവിനോട് ഉപമിക്കുന്ന, അള്ളാഹുവിനോട് കടപിടിക്കുന്ന, മറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അറിയുന്നവരാണ് റസൂലെ നിങ്ങൾ, ഔലിയാക്കൾ കൈകാര്യം ചെയ്യുന്ന, ഇങ്ങനെ പലരും പറഞ്ഞു പിടിപ്പിക്കുന്നുണ്ട്. ആ പറഞ്ഞ ആളുകൾക്കുള്ള വ്യക്തമായ മറുപടിയായിക്കൊണ്ട് അവർക്ക് കാര്യം മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹുവിനെ പോലെ ഒന്നും തന്നെയില്ല, കടപിടിക്കുന്ന ഒന്നും തന്നെയില്ല. ആരും എന്ത് തന്നെ എവിടുന്ന് കേട്ടാലും ഒരു സംശയത്തിലേക്ക് പോകും ചെയ്യരുതേ. എത്ര വലിയാണെങ്കിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിലും, ഏറ്റവും ശ്രേഷ്ഠനായ മലക്കാണെങ്കിലും അള്ളാഹുവിന്റെ ഒരു വിശേഷണവും ഇവർക്കാർക്കുമില്ല. ഇവരാരും അള്ളാഹുവിനോട് കടപിടിക്കുന്നവരല്ല, തുല്യരുമല്ല. റദ്ദുൻ അലൽ മുശബ്ബിഹ, അള്ളാഹുവിന്റെ സൃഷ്ടികളെ അള്ളാഹുവിനോട് തുല്യമാക്കുന്ന, അതല്ലെങ്കിൽ അള്ളാഹുവിനെ സൃഷ്ടികളോട് തുല്യമാക്കുന്ന ആരാണെങ്കിലും അവർക്കുള്ള മറുപടിയാണ്. ആയത്തിന്റെ അവസാനത്തിൽ അസ്സമീഉൽ ബസീർ എന്ന് പറയുന്നത് അള്ളാഹുവിന് ഒരു വിശേഷണം ഇല്ല എന്ന് പറയുന്നു. വഴിപയച്ച കക്ഷികളും വിഭാഗങ്ങളും ഉണ്ട്. അള്ളാഹുവിന് അങ്ങനെ വിശേഷണം കാര്യങ്ങളൊന്നുമില്ല. ഉണ്ട് എന്ന് പറഞ്ഞ ഒരുപാട് ഇലാഹുകൾ ഉണ്ട് എന്ന് വരും, ഒരുപാട് റബ്ബുകൾ ഉണ്ട് എന്ന് വരുന്ന അവർക്ക് വികലമായി അവർക്ക് മനസ്സിലാക്കിയപ്പോ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ നിഷേധിക്കുന്നവർ, അള്ളാഹു രാത്രിയുടെ അവസാനത്തിൽ ഇറങ്ങി വരുന്നില്ല, ഖിയാമത്ത് നാളിൽ അള്ളാഹു സൃഷ്ടികളുടെ വിധി കൽപ്പിക്കാൻ ഇറങ്ങി വരികയില്ല, അള്ളാഹുവിന് ചിരിക്കാന്നുള്ള വിശേഷണമല്ല, ദേഷ്യപ്പെടാന്നുള്ള വിശേഷണമല്ല, അള്ളാഹുവിന് കൈയില്ല, അള്ളാഹുവിന് മുഖല്ല, കണ്ണിൽ, ഇതൊക്കെ നിഷേധിക്കുകയാണ്. ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നുകയാണ് ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹ് സൃഷ്ടികളെ മാതിരിയാണ് എന്ന് പറയേണ്ടി വരുന്നു. വികലമായിട്ട് അവർക്ക് തോന്നിയപ്പോ വിശേഷണങ്ങൾ നിഷേധിച്ചു. അവർക്ക് മറുപടിയാണ് രണ്ടാമത്തെ ഭാഗം വഹുവ സമീഉൽ ബസീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല സമഈ എന്ന് പറയുന്ന വിശേഷണമുണ്ട്, ബസറി എന്ന് പറയുന്ന വിശേഷണങ്ങളുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ ഈ കേൾവിയും കാഴ്ചയും സൃഷ്ടികളിൽപ്പെട്ട ഒരാളുടെയും കേൾവി കാഴ്ച പോലെയല്ല, വ്യത്യാസമുണ്ട്. അള്ളാഹു സൃഷ്ടാവാണ്, അള്ളാഹു റബ്ബാണ്, ഇലാഹാണ്, നമ്മളെല്ലാവരും സൃഷ്ടികളാണ്. അതിനനുസരിച്ച് അള്ളാഹുവിന്റെ വിശേഷണങ്ങളും സൃഷ്ടികളുടെ വിശേഷണങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വഹുവ സമീഉൽ ബസീർ എന്ന് പറയുന്ന
രണ്ടാമത്തെ ഭാഗം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാ കാര്യത്തിന്റെ മേലും കഴിവുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിന്റെ മേലും കഴിവുള്ളവനാണ്. ചില ആളുകൾ ഈ ആയത്ത് കേൾക്കുമ്പോൾ ചില സംശയം ചോദിക്കും. സംഭവിക്കാൻ പാടില്ലാത്ത മുഹാൽ എന്ന് പറയുന്നു, ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അതിനൊക്കെ അല്ലാഹു തആലക്ക് കഴിയുമോ? ഇപ്പൊ രാത്രിയാണ്, ഇപ്പൊ പകലാക്കാൻ കഴിയുമോ? രാത്രിയാണ് പകലുമാണ്, കഴിയുമോ? എന്താ ഉത്തരം അതിന് പറയാ? ഇതേ സമയത്ത് രാത്രിയാകണം, പകലും ആകണം. നമ്മുടെ വികലമായ മനസ്സിൽ ചിലപ്പോൾ ഇങ്ങനത്തെ തെറ്റായ ചില ധാരണകളും തോന്നലുകളും വരുന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ യഥാർത്ഥത്തിൽ? മുഹാരി എന്നാണ് ഇത്. സംഭവിക്കാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളുടെ മേൽ അള്ളാഹു കഴിവുണ്ടോ ഇല്ലെന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ്. ഒരു സാധനം ഉണ്ട് ഇല്ല, ഒരു സാധനം ഉണ്ട് എന്ന് പറയാ, അതേ സാധനത്തിന് ഇല്ല എന്ന് പറയാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് പലതും ചിന്തിക്കാം, സങ്കല്പിക്കാം. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ബുദ്ധിയുള്ള ആളുകൾ പറയല് ദീനിന്റെ വശത്തിൽ കൂടെ മാത്രമല്ല, ബുദ്ധിയുള്ള ആളുകൾ തന്നെ പറയാം അത് മുഹാൽ, സംഭവിക്കാത്ത കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സംശയങ്ങൾ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുമ്പോൾ നമുക്ക് വരേണ്ട ആവശ്യമില്ല. ഒരേ സാധനം ഒരേ സമയത്ത് ഉണ്ട് ഇല്ല, എങ്ങനെയാ സംഭവം? അത് മുഹാലി എന്ന് പറയാം, സംഭവിക്കാത്തതാണ്. അതേപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പോലെ ഒരു ഇലാഹിനെ സൃഷ്ടിക്കാൻ കഴിയുമോ? ഒരാളെ മനസ്സിൽ അങ്ങനെ വന്നു എന്ന് കൂട്ടി. അള്ളാഹുവിനെ അവനെ മരിപ്പിക്കാൻ കഴിയുമോ? ഇതൊക്കെ മുഹാൽ എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിലാണ് ഇതിനെ പറയുന്നത്. മുഹാൽ, സംഭവിക്കാത്ത കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിൽ വന്ന് അതൊരു സംശയത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മുടെ മനസ്സുകൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ സങ്കല്പിച്ച് ഊഹിച്ചിട്ട് അല്ലാഹു തആലക്ക് അത് കഴിയോ ഇത് കഴിയോ എന്നുള്ള ചോദ്യങ്ങൾ അതിന് പ്രസക്തിയില്ല. അത് ദീനിന്റെ വശത്തിൽ കൂടെ മാത്രമല്ല, ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ശരിയായ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് സംശയിക്കുന്നതിനും ഊഹിക്കുന്നതിനും യാതൊരു പ്രസക്തിയുമില്ല. അതിനൊരു ഷൈഇ എന്ന് പോലും പറയൂല. ഇപ്പൊ തന്നെ ഒരേ സമയത്ത് ലൈലും നഹാറുമാകുക, അതിന് ഷൈ എന്ന് പറയുന്നില്ല. ഒരേ സമയത്ത് തന്നെ ഒരാള് ഹയാത്തും മൗത്തും അവനിലുണ്ടാകുക, അതിനൊരു ഷൈഇ എന്ന് പറയൂല. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഷൈ, ഒരു വസ്തു എന്ന് പറയാൻ പറ്റുന്ന ഏതൊക്കെ ഉണ്ടോ അതിന്റെ മേൽ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാണ്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നും തന്നെയില്ല. അല്ലാഹുവിന്റെ സൃഷ്ടികളെ അവനോടോ അതല്ലെങ്കിൽ അള്ളാഹുവിന് അവന്റെ സൃഷ്ടികളോട് ഉപമിക്കാനേ പാടില്ല. വഇദാ വസഫ്തഹു ബിമാ വസഫ ബിഹി നഫ്സുഹു ഫലാ തുശബ്ബി. അള്ളാഹുവിന് വിശേഷണങ്ങളുണ്ട്, അള്ളാഹുവിൻ്റെത് വേറെയാണ്, സൃഷ്ടികളുടേത് വേറെയാണ്. ഇനി അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളോട് ഒരാൾ ഉപമിച്ചുകൊണ്ട് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നുഐം ഇബ്നു ഹമ്മാദുൽ ഖുസാഇ റഹ്മഹുല്ലാഹ്, ഇമാം ബുഖാരിയുടെ ഷെയ്ഖ്, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, മൻ ശബ്ബഹല്ലാഹ ബിഖൽഖിഹി ഫഖദ് കഫർ. അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളോട് ഉപമിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞു, അള്ളാഹും അവന്റെ സൃഷ്ടികളും ഒരുപോലെയാണ് ഇന്ന വിശേഷണങ്ങളിൽ എന്നൊരാൾ പറഞ്ഞു. അള്ളാഹുവിന് ഹയാത്തുണ്ട്, സൃഷ്ടികൾക്ക് ഹയാത്തുണ്ട്. അള്ളാഹുവിന് കേൾവിയുണ്ട്, സൃഷ്ടികൾക്ക് കേൾവിയുണ്ട്. അള്ളാഹുവിന് കാഴ്ചയുണ്ട്, സൃഷ്ടികൾക്ക് കാഴ്ചയുണ്ട്. അപ്പം സൃഷ്ടികളെ മാതിരി തന്നെയാണ് അള്ളാഹു എന്ന് പറഞ്ഞു. ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞ വിശേഷണങ്ങളെ ഒരാൾ നിഷേധിച്ചാലും ഫഖദ് കഫർ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഖലഖൽ ഖൽഖ ബിഇൽമിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടികളെ മുഴുവനും, നമ്മൾ കാണുന്നതും കാണാത്തതും കഴിഞ്ഞു പോയതും ഇനി വരാൻ പോകുന്നതും, ഈ സൃഷ്ടികളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. ബിഇൽമിഹി, അല്ലാഹുവിന്റെ വ്യക്തമായ വിശാലമായ അറിവ് കൊണ്ട് തന്നെയാണ് സൃഷ്ടിച്ചത്. അറിഞ്ഞുകൊണ്ട് സൃഷ്ടിച്ചത്, കമ്മട്ടത്തിലല്ല. ഈ പറയുന്ന സൃഷ്ടികളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് അവന്റെ വ്യക്തമായ അറിവ് കൊണ്ട് തന്നെ സൃഷ്ടിച്ചതാണ്. അറിഞ്ഞുകൊണ്ട് അതിന്റെ രൂപങ്ങളും അതിന്റെ ഘടനയും അത് സൃഷ്ടിക്കപ്പെട്ടാൽ എന്താണ് ആവുക എന്നുള്ളതിന്റെ അവസ്ഥകളും പരിപൂർണമായി അറിഞ്ഞുകൊണ്ടാണ് സൃഷ്ടിച്ചത്. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. അല്ലാഹു സൃഷ്ടിച്ചതിനെ കുറിച്ച് അവൻ അറിയുകയില്ലേ? അറിയാതൊരു കാര്യം ഉണ്ടാക്കി എന്നിട്ട് ഇത്ര ഭംഗിയായ നിലക്ക് ഘടനയും അതിന്റെ രൂപങ്ങളും അതിന്റെ നിലനിൽപ്പും അതിന്റെ സംവിധാനവും ഇത്ര ഭംഗിയായി പോകുകയെ അതൊരിക്കലും ഒരു ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ്.
അലാ യഅലമു മൻ ഖലഖ്, അതുകൊണ്ട് തന്നെ അള്ളാഹു അവന്റെ സൃഷ്ടികളെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞുകൊണ്ടാണ് സൃഷ്ടിച്ചത്. വഹുവൽ ലത്തീഫുൽ ഖബീർ, സൂക്ഷ്മജ്ഞാനിയാണ് അള്ളാഹു. അതിന്റെ വരും വരായികളും അതിന്റെ പൂർണ്ണതയും അതിന്റെ എല്ലാ വശങ്ങളും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയുന്നവനാകുന്നു അള്ളാഹു. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു വഇൻദഹു സൂറത്തുൽ അൻആമിൽ വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, മറഞ്ഞ കാര്യങ്ങളുടെ ഖജാനകളുടെ താക്കോലുകൾ അള്ളാഹുവിന്റെ അടുത്താണ്. മറഞ്ഞ കാര്യങ്ങളെ കുറിച്ചല്ല, മറഞ്ഞ കാര്യങ്ങൾ പൂട്ടി സംരക്ഷിച്ചു വെക്കപ്പെട്ട ഖജാനകളുടെ താക്കോലുകൾ അള്ളാഹുവിന്റെ അടുത്താണ്. ലാ യഅലമുഹാ ഇല്ലാഹു, അള്ളാഹു അല്ലാതെ അതിനെക്കുറിച്ച് മറ്റൊരാൾ അറിയുകയില്ല. എന്നിട്ട് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, സമുദ്രത്തിലും കരയിലുമുള്ളതിനെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും. സുബ്ഹാനഹു വ തആല വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു ഇല അത് കൊഴിഞ്ഞു ചാടുന്നുണ്ടെങ്കിൽ അല്ലാഹു അറിയാതെ അത് ചാടുകയില്ല. വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, ഒരു ധാന്യമണി ഭൂമിയുടെ ഏതെങ്കിലും ഇരുട്ടുള്ളൊരു സ്ഥലത്ത് ഒരു ഒരു വിത്തിന്റെ മണി, അതേപോലെ തന്നെ പച്ചയായതോ ഉണങ്ങിയതോ ഏതാണെങ്കിലും ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, വ്യക്തമായ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെട്ടതായിട്ടില്ല. സുബ്ഹാനഹു വ തആല, സുബ്ഹാനഹു വ തആല. ഈ അല്ലാഹുവിനെ അവന്റെ സൃഷ്ടികളോട് ഒരിക്കലും ഉപമിക്കാൻ പാടില്ല. ഇത്ര വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ ഇതൊക്കെ പറഞ്ഞിട്ടും ഖുറാഫികളായ ആളുകൾ സൂഫിയത്തിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തിക്കൊണ്ട് റസൂലിന് ഇല്ലാത്ത ബഹുമാനാദരവുകൾ പരിധി വിട്ടുകൊണ്ട് പറഞ്ഞു വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി, ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെട്ടതൊക്കെ റസൂലേ നിങ്ങളെ ഇൽമിൽപ്പെട്ടതാണ്. അല്ലാഹു പറയുന്നു ലാ യഅലമുഹാ ഇല്ലാഹു, ലാ യഅലമുഹാ ഇല്ലാഹു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു, അത് വിശദീകരിച്ചുകൊണ്ട് ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി രേഖപ്പെടുത്തി വെക്കപ്പെട്ടതാണെന്ന് പറയാം. ഇപ്പുറത്ത് വന്നിട്ട് ലലാലത്തിന്റെ ആളുകൾ പറയാ വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി, നിങ്ങളുടെ അറിവിൽപ്പെട്ടതാണ് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി കലം കൊണ്ട് എഴുതി രേഖപ്പെടുത്തിയതൊക്കെ നിങ്ങളുടെ അറിവിൽപ്പെട്ടതാണ് റസൂലേ. റസൂലിനെ ബഹുമാനിക്കുക ആദരിക്കുക എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് എത്രത്തോളം വൈരുദ്ധ്യങ്ങളാണ്. ലൈസ കമിസ്ലിഹി ശൈഉൻ എന്നുള്ള ആയത്തിന്റെ തുണ്ടം ശരിക്കത് പഠിച്ച് മനസ്സിലാക്കിയെന്നുണ്ടെങ്കിൽ ഇത് പറയാൻ കഴിയുമോ? ഈ ആയത്തുകൾ ശരിക്കൊന്ന് ഉൾക്കൊണ്ടിട്ട് അതൊന്ന് മനസ്സിലാക്കിയെന്നുണ്ടെങ്കിൽ ഇത് പറയാൻ മനസ്സനുവദിക്കുവോ? അനുവദിക്കുകയില്ല. ഇത്ര ഗൗരവമുള്ള വിഷയങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ലാ യഅലമുഹാ ഇല്ലാഹു, അവനല്ലാതെ അറിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായ നിലക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞു. വഖദ്ദറ ലഹും അഖ്ദാറൻ, അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കണക്കും കാര്യങ്ങളും അല്ലാഹു നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. ഓരോന്നിനും ഓരോ കണക്കും കാര്യങ്ങളുണ്ട്. ഇത്ര കാലം ജീവിക്കും, ഇന്നതുപോലെ ജീവിക്കും, ഇന്നതൊക്കെ ചെയ്യും, ഇന്ന നിലക്കൊക്കെ അവൻ അഭിവൃദ്ധിപ്പെടും, ഇന്നതൊക്കെ പറയും, ഇന്നതൊക്കെ ഭക്ഷിക്കും, എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ ഖദ്ദറ ലഹും അഖ്ദാറൻ, അവരുടെ കയ്യും കണക്കും അത് ക്ലിയർ ആയിട്ട് അല്ലാഹു എഴുതി കണക്കാക്കി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. വഖലഖ കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ, എല്ലാ വസ്തുക്കളെ സൃഷ്ടികളെയും അവൻ സൃഷ്ടിച്ചു, അതിനൊക്കെ കണിശമായ നിലക്ക് ക്ലിയറായ നിലക്ക് അതിനെ കണക്കും കാര്യങ്ങളും രേഖകളും അല്ലാഹു കണക്കാക്കി തീരുമാനിച്ചു വെക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ, വ്യക്തമായ കണക്കും രേഖയുമുണ്ട് എല്ലാത്തിനും. അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാത്തിനും നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. വളറബ ലഹും ആജാലൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടികൾക്കും ഓരോരോ അവധി നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാ സൃഷ്ടികൾക്കും എത്ര വിദഗ്ധനാണെങ്കിലും, എത്ര കണ്ടുപിടിച്ച ആളുകളാണെങ്കിലും, എത്ര സമർത്ഥരാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും വമാ തഅലമു നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദൻ, നാളെ എന്ത് ചെയ്യും എന്നുള്ളത് ഒരു നഫ്സിനും അറിയൂല, ഒരാൾക്കും അറിയൂല. അങ്ങനെയല്ലേ ആയത്ത്? വമാ തദ്രി നഫ്സുൻ, ഹാഫിളീങ്ങളാരാ ആയത്തെന്ന് പറഞ്ഞേരി? വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്.
വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഒരു ശരീരത്തിനും ഒരാൾക്കും നാളെ എന്ത് ചെയ്യുമെന്ന് അറിയൂല. സഹോദരന്മാരെ, വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഏത് ഭൂമിയിൽ വെച്ചിട്ടാണ് മരണപ്പെടുക ഒരാൾക്കും അറിയൂല. ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളിലും അള്ളാഹുവിന്റെ വലിയ ഹിക്മത്തുകളും ദൃഷ്ടാന്തങ്ങളുണ്ട്. പലപ്പോഴും നമ്മളത് വിസ്മരിച്ചുകൊണ്ട് ശ്രദ്ധിക്കാതെ പോകുന്നത് കാണാം. ഒരു രാജ്യത്തുള്ള സംവിധാനത്തിനെ മുഴുവനും സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിസ്സഹായനായി മരിച്ചു വീഴുന്നത് നമ്മൾ കാണുന്നു. സ്വന്തം ശരീരത്തിനെ സംരക്ഷിക്കാൻ പോലും കഴിയാതെ രാജ്യം മുഴുവനും കാക്കുന്നവരാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യന്മാർ നിസ്സഹായരായിട്ട് ഇങ്ങനത്തെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ കണ്ണുമുന്നിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ വിസ്മരിച്ചുകൊണ്ട് അശ്രദ്ധരായി കടന്നു പോകുന്നവരാണ്. നാളെ എന്ത് ചെയ്യുമെന്നറിയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല വളറബ ലഹും ആജാലൻ, എല്ലാവർക്കും അവധി, ഒരു വ്യക്തമായ ഒരു കണക്ക്, ഒരു സമയം നിശ്ചയിച്ചിരിക്കുന്നു. അതിന്റെ അപ്പുറത്തേക്ക് ഒരാൾക്കും മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. വകുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ അടുത്ത് വളരെ വ്യക്തമായ കണക്കും രേഖയും അവധിയും നിശ്ചയിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച് വെച്ചിരിക്കുന്നത്. ആരുടെയെങ്കിലും ആ വ്യക്തമായ ആ സമയം വന്നു കഴിഞ്ഞാൽ ഒരു നിമിഷം അവർക്ക് മുന്നോട്ട് പോകാനോ പിന്നോട്ട് പോകാനോ സാധ്യമല്ല. മുന്നോട്ടോ പിന്നോട്ടോ അടിക്കാൻ അവർക്ക് സാധ്യമല്ല. ആ നിലക്ക് കാര്യങ്ങൾ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഅഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ. കണക്കാക്കിയ നിശ്ചയിക്കപ്പെട്ട അവധി വന്നു കഴിഞ്ഞാൽ ഒരു നിമിഷം അവർക്ക് പിന്നോട്ടടിക്കാനോ മുന്നേറാനോ അവർക്ക് സാധ്യമല്ല. വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാ, ഒരു മനുഷ്യനും അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ മരിച്ചു പിരിയാൻ സാധ്യമല്ല. കിതാബം മുഅജ്ജലൻ, നിശ്ചയിക്കപ്പെട്ട കണിശമായി രേഖപ്പെടുത്തി വെക്കപ്പെട്ട അള്ളാഹുവിന്റെ ആ രേഖ, ആ സമയം, അതിനനുസരിച്ചല്ലാതെ മുന്നേറാൻ സാധ്യമല്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് ശരിക്ക് മനസ്സിലാക്കി വിശ്വസിച്ച് അള്ളാഹുവിന്റെ ഹക്കുകൾ, അവകാശങ്ങൾ, അടിമകളായ നമ്മിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ആ ഹക്കുകൾ, അവകാശങ്ങൾ പരിപൂർണമായ നിലക്ക് നിർവഹിച്ച അടിമകളായി വ്യക്തമായ കാര്യങ്ങൾ അറിഞ്ഞ് അവനിൽ വിശ്വസിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ഈ ലോകത്തും പരലോകത്തും വിജയിച്ച് മുന്നേറുന്നവരുടെ കൂട്ടത്തിൽ അവൻ നമ്മെ പെടുത്തുമാറാവട്ടെ. ശരിയായ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ കാര്യങ്ങൾ നമുക്ക് അവൻ പഠിപ്പിച്ച് മനസ്സിലാക്കി തരുകയും ചെയ്യുമാറാവട്ടെ. ഹാദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.